എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഫൈനലി ഇന്ന് നമ്മൾ സെലക്ഷൻ ആണ്. അതായത് ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. ഈ വണ്ടിയുടെ 2 സീറ്റ് 2 സാധനങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ ഫ്രണ്ടിലെ സാധനങ്ങൾ വേണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇല്ലാത്ത അതിന്റെ സൈഡ് ഭാഗം കൂടെ നോക്കി കേട്ടോ. ഏതാ അപ്പുറത്ത് വെച്ചാക്കുന്ന വണ്ടിയുടെ അതും കൂടെ നോക്കിയാലേ. ഗൈസ് ഇന്ന് ഏകദേശം ഒരു ഫൈനൽ ഒരു ടച്ചപ്പിലേക്ക് എത്തും കേട്ടോ. അതായത് ഫൈനൽ വർക്കല്ല, ഫൈനൽ ടച്ചപ്പിലേക്ക് ഇന്ന് നമ്മുടെ വണ്ടിയുടെ വർക്ക് എത്തും. അങ്ങനെയാണ് ഇന്ന് പറഞ്ഞാലും മൊത്തം സെൽറ്റ് ഏറ്റവും നല്ല തപ്പാൻ അറിയാവുന്ന ആരാന്ന് നോക്കുക. ഏറ്റവും നന്നായിട്ട് തപ്പിപ്പോയി കേട്ടോ. ഇതിപ്പോ ഈ ഓഫർ എന്ന് പറഞ്ഞ പോലെയാ. നല്ലവരൊക്കെ ഒന്ന് ആദ്യം എല്ലാം കൊണ്ടുപോയി. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. വിഷയമില്ല, സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. അല്ല ഇത് കത്തിപ്പോയില്ലടാ. ദൂരെ സാധനം കത്തി. ബമ്പർ भैया इधर ही है ना ज्यादा, देखो इधर भी ज्यादा है बम्पर. इधर फ्रंट ग्रिल लेना है हाँ, फ्रंट ग्रिल अच्छा वाला किधर मिलेगा? हाँ ये ठीक है ऐसे. ഓ അത് വേണ്ട, പിന്നെ അത് ഒടിഞ്ഞതാ. ओ अच्छा नहीं है. दूसरा है इसमें से निकाल लेंगे कोई एक. ठीक है, अच्छा कोई भी निकाल देंगे अच्छे वाला. हाँ ठीक है. और क्या चाहिए? तो 1 मिनट चाहिए, ओपन कर സെലക്ട്. ആ കട തുറന്നു കേട്ടോ. നല്ല നോക്കി എടുക്കണേ, നല്ല നോക്കി എടുക്കണേ. ഞാൻ പറഞ്ഞിട്ട് ഓടി വന്ന് റിക്കവറിയുടെ എടുത്താൽ പോരെ. റിക്കവറിക്ക് ഇച്ചിരി കട്ടി കൊടുത്തില്ല എല്ലാ സാധനത്തിനും. അപ്പോൾ അതെടുക്കുന്നത് നല്ലത്. ഓ ഉദർ ഭയ്യ ഉദർ ഫ്രണ്ടിലുണ്ട്. അത് പിടിക്കാം നീ പറഞ്ഞ പോലെ. ഓടി വന്ന വണ്ടിയല്ലേ അത്? ഫ്രണ്ടിലുണ്ട് ഗൈസ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഇതിൻ്റെ പരിപാടി തീർന്ന ഇനിയും സർദാർജിയുടെ കുറച്ച് നീ അവിടെ നോക്കിയൊരു 12 എഴുതി വെച്ചാൽ അതെങ്ങനെയുണ്ട്? അത് നോക്കി. വേണ്ട, അതും അടി കിട്ടിയതാ, പോണ്ട. ഇതെല്ലാം ഈ ടോയ് ചെയ്യുമ്പോൾ ബെൻഡാകുന്ന അതൊക്കെ നോക്കിയെടുക്കണ്ടേ. അതേപോലെ നമ്മളെപ്പോലെ വരുന്നവർക്ക് അതൊക്കെ ഉപകാരപ്പെടുമായിരുന്നു. അത് സർദാർജിക്ക് പൈസ കുറയും, സർദാർജി എടുത്തൊരു അടി അടിക്കും. ഗൈസ് ഫൈനലി നമ്മൾ ഓരോന്നായിട്ട് അതിൻ്റെ സൈഡ് നോക്കി. ഇതിൻ്റെ സൈഡ് ഓക്കെ ആണോ? അടി കിട്ടിയ പോലെയല്ലടാ ഇരിക്കുന്നത്. മറ്റേനല്ലടാ നല്ലത്. പിന്നെ ഏതാ ഇപ്പം കാണിച്ചു കൊടുക്കുന്ന ചെറിയ തുരുമ്പുണ്ടെന്നേ ഉള്ളൂ. അത് നമുക്ക് നാട്ടിൽ ചെന്ന് പാച്ച് ചെയ്യാൻ കേസേ ഉള്ളൂ. കട്ട് ചെയ്ത് പീസ് അടിക്കാന്നേ ഉള്ളൂ. അയ്യോ ഇതിനൊന്നും ഷേപ്പില്ല. ഇല്ല. ഐസ് നോക്കൂ, ഞങ്ങളെ പുള്ളിക്കാരൻ വെള്ളം എടുത്തു. ഇത് നൂറിൻ്റെ സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുത്താൽ പുള്ളിക്കാരൻ ഒറ്റ ദിവസം കൊണ്ട് നൂരി വണ്ടി റെഡിയാക്കും. ഞാൻ ആ സമയത്ത് ആ മറ്റേ ഇലക്ട്രീഷ്യനെ വിളിക്കാം. നമ്മൾ ശീഷണ സാധനങ്ങളൊന്നും. ഭയ്യാ ആവോ മേരെ गाड़ी का कुछ नहीं चेंज करेगा, आओ. आपका काम खत्म है? डीजल का आपका काम है ना, वो डीजल तेल का, डीजल का वो ये लाइट का ये वो फ्रंट वाला अभी डालेगा पूरा. क्या भैया अभी ग्रिल सब कुछ डालेगा. वो लाइट मैक्रो डालेगा ना. वो लाइट का बैग अच्छा नहीं है ना. अभी करेगा. भैया वो लाइट का पीछे वाला वो क्या बोलेगा, वो स्क्रू मारने के लिए सामान पूरा कचरा है, वो पूरा चेंज करने के लिए. ठीक है भैया ठीक है. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഹിന്ദി അറിയില്ല. അത് വലിയൊരു വിഷയമാണ്. ആ പുള്ളിനെ ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ ഇതൊക്കെ മാറ്റണമെന്ന് പറയണം. ബമ്പർ എവിടെ നിന്ന് എടുക്കും? ചാച്ച എന്ത് ബേക്കിലുണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് കയറി. ഇത് മൊത്തം മാറ്റണോടാ. ഏതാ ഈ പീസ് മൊത്തം മാറ്റിയാലേ. ഇതുണ്ടോ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇവന് ഇതിനും പൊട്ടണുണ്ട്. ഇതാ സൈഡിൽ ചെറുതായിട്ട് ഇല്ലേ, അങ്ങനെ വരുന്നതാണ്. നമ്മള് പറഞ്ഞ പോലെ തന്നെ ഈ പഴയ ബോഡി കട്ടി കൊടുത്താൽ നീ പറഞ്ഞാൽ ശരിയാ, ഞാൻ പറഞ്ഞത് തെറ്റാ. GSM കൂടുതലാണ്. അതുകൊണ്ട് ഇത് മാറ്റുന്നില്ല കേട്ടോ. അതായത് ഈ ബോഡിക്ക് കട്ടി കൂടുതലാണ്, ഇതിന്റെ ഡോറിനൊക്കെ കട്ടി കൂടുതലാണ്. പുതിയ വണ്ടിയുടെ GSM-ൽ കട്ടി കുറവ് വന്നിട്ടുണ്ട്, പുതിയ സേഫ്റ്റി സ്റ്റാൻഡേർഡ് വെച്ച്. അതായത് പഴയ വണ്ടിക്ക് നമ്മൾ കഴുകി വന്നാ കണ്ടോ നാശിച്ച്. നമ്മുടെ തോർത്തും പോയി വണ്ടിയും പോയി. ജിപ്സിയാ? അയ്യോ പോയോ? ഇത് മാറ്റണം. ഇത് മൊത്തം മാറ്റണം. ഇത് കണ്ടോ, ഇത് കറക്റ്റല്ല. ഈ സാധനം മാറ്റണം. ഇതിനകത്ത് കുറച്ച് സാധനം മാറ്റാണ്ട്, അത് പറഞ്ഞു കൊടുത്തു. പിന്നെ ഉള്ളിൽ കുറച്ച് സാധനം മാറ്റാണ്ട്. അതെവിടെയാണ് എടുത്തു വെച്ചേക്കുന്നില്ല? പിന്നെ ഏതാ
മറ്റേ പാട് മറ്റേ ഇവിടെ ഡാഷ്ബോർഡിൻ്റെ സൈഡിലുള്ള സാധനമില്ല ഉള്ളിലല്ലേ നിന്റെ കൈ തന്നാണല്ലോ. ആ ഇന്നലെ നേരെ കയ്യിലെടുത്ത് തന്നല്ലേ? ആ ശരിയാ, മറന്നുപോയി. ഗൈസ് ഓരോന്ന് കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഏതിൻ്റെ എടുക്കൂടാ? ആ ലൈലാൻഡ് എടുക്കാം. ലൈലാൻഡ് എടുക്കാം. ഈ ഗ്രില്ല് എങ്ങനെയുണ്ട്? ഈ ഗ്രില്ല് സ്റ്റാലിൻ്റെ ഇത് അടി കിട്ടിയതാ. അതല്ല ഇത് ഇത് ഓൾഡ് മോഡലാ. ന്യൂ മോഡലാ. അതാ ഏതാ? അതാ പുതിയത്. ഇത് പുത്തമ്പണ്ടിയല്ല, അപ്പുറത്താ പുത്തമ്പണ്ടി ഉണ്ടായിരുന്നു. അത് പുതിയതാ. ടീക്കേനാ? ഏത് ഇതിന് ചെറിയ ബൻഡേ ഉള്ളൂ. ആ ഏത് ओके ओके പിള്ളേരെ കിട്ടില്ലായിട്ട് ഇംഗ്ലീഷ് പറയും കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഭയങ്കരമായിട്ട് പറയും. ബാ ടീക്കേ ഓർ എക് മിനിറ്റ്. ഇത് നോക്കണേ, ഇത് 2 മോഡൽ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നാ ഇത് കട്ടി കുറഞ്ഞാ? ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഗ്രില്ല കേട്ടോ, ഇതിനാ സാധനം വെച്ചാൽ മതി. ഇതാ ചോണ നല്ല. ഏത് ഇത് ഗ്രില്ലോ? അല്ല മറ്റേ അല്ല നല്ല ഗ്രില്ല് മറ്റേ അല്ല, അതിൻ്റെ കട്ടിയുണ്ട്. നിൽക്കാലോ. ഇതാണോ നല്ല എൻ്റെ? ആ ഞാൻ നിൽക്കാലോ. കണ്ട വര വരച്ചു. ठीक है और क्या चाहिए? हाँ ये 3 चाहिए, ये 2 चाहिए, ये वाला. हाँ 2 वाले 2 चाहिए. हाँ ഇത് വേണ്ടേ? ആ പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടിയവനെ ഇതാ പറഞ്ഞടാ. ബാ ഇനി അടുത്ത് നോക്കാം. ആ നമുക്ക് ക്യാപ്പില്ലായിരുന്നല്ലോ. ഇതാ ക്യാപ്പ്. ഇതാ ഇവനെ ക്യാപ്പ് ഇതാ കേട്ടോ. ഇതേ ക്യാപ്പ് കിട്ടി. അത് ഇപ്പം തന്നെ എടുക്കും. കുറച്ച് പാവോ ആവോ ഭയ്യ. ഓ ठीक है. इतना लड़ा उल्लू इवने इप्पो उल्लू अभी इतना ही है, बाकी देखने के लिए बोलेगा. ठीक है भैया का नाम बोले एक बार ना. नेम किसका? യുവർ हाँ दीपक. ദീപക്. ഭയങ്കര നോളജ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നമ്മൾ നന്നായിട്ടുള്ള ഇത് ബുലാ ഗൈസ് ക്യാ പോലെ 2 കിട്ടിയേട്ടാ. कोई और काम होगा. ओके ओके ഗൈസ് ആ ഹീറ്റർ എങ്ങനെയും അവനെ കൊണ്ട് വർക്കാക്കണം. അവനെ ഊട് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട കേട്ടോ. ഊട് വെപ്പിച്ചില്ല അവനെ കൊണ്ട് ചെയ്യിക്കണം. കുറച്ച് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അവനിപ്പം കൊടുത്ത കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഗ്രിൽ ഫ്രണ്ട് ബമ്പർ എന്ത് ചെയ്യും ഇവിടെ ലിബിയ? ഫ്രണ്ട് ബമ്പർ ഇല്ലല്ലോ, ഇവിടെ ഇല്ല. ഈ സാധനം വേണമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വണ്ടിക്കില്ല. എനിക്ക് തോന്നുന്നു സർദാറിൻ്റെ ഇത് മിസ്സായി പോയത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് കയറി ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ വണ്ടിക്ക് തീരെയില്ല. നമ്മുടെ വണ്ടിയുടെ ഈ കാണുന്ന ക്യാബിൻ നല്ല ക്യാബിനാണ് കേട്ടോ. അത് പഴയ ക്യാബിൻ, സൂപ്പർ ക്യാബിനത്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാണ് ഇന്നലെ നമ്മൾ അടിച്ച് നിരപ്പാക്കിയ. അത് ചൊവ്വൊന്നും ആയിട്ടില്ല. നാട്ടിച്ചേണ്ട പുട്ടിയിട്ട് ചൊവ്വാക്കി എടുക്കണം. അല്ലെങ്കിൽ ടെൻറ്റ് ചെയ്ത് വലിക്കണം. പിന്നെ വൈപ്പർ അടിക്കാൻ പറ്റില്ല. അത് വൈപ്പർ അടിക്കാൻ പറ്റൂല. ഇത് കൊണ്ട് വെച്ച് പൊട്ടിക്കരുത് കേട്ടോ. സീറ്റിലേക്ക് വെച്ചേക്കാം. ഓ ഇത് പോയല്ല കേട്ടോ. ഇത് പഴക്കമില്ലാത്ത. പിന്നെ പുള്ളിയോട് എന്തിയാ മറ്റേ സാധനം എന്തിയേ? ആ അല്ലേ പുള്ളി വന്നോടാ? ഇല്ല കിട്ടിയില്ല. ഞാൻ നിന്റെ കയ്യിലോട്ട് എടുത്ത് തന്നാണല്ലോ അവനെ. ആ അതില്ല. പോയാ ബേക്കിലും ഇല്ല. നീ തന്നായിരുന്നോ? ആ ഇന്ന് അവനെ എടുത്തു വെക്കാൻ പറഞ്ഞ നല്ല കിടിലൻ സാധനമായിരുന്നത്. അവിടെ ഇവിടെ ഇല്ല. ഇല്ല ഒരു സാധനം മിസ്സായിപ്പോൾ. അടുത്ത് വെച്ച് ഞാൻ അത് സപ്പാൻ പോട്ടെ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനും ബ്ലോവർ ഉണ്ടോ? ഉണ്ടോ നോക്കി വെക്കണേ. അതില്ലേ സെറ്റായി. ഇപ്പുറത്തോട്ടാ ഞാൻ മറ്റേ സാധനം നോക്കാം. ഇതിനെ നമ്മുടെ ഇതിന് ക്യാപ്പ് ഇല്ലായിരുന്നു. ക്യാപ്പ് ഇട്ടില്ലേ? ഇട്ടില്ലേ? ആ സാധനം ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇല്ലേ? ആ നമ്മളെ പുള്ളിക്കാരനെ വെച്ചിട്ട് മറ്റേ സാധനം നോക്കട്ടെ. ബമ്പർ ക്യാപ്പ് കിട്ടിയില്ലേ? കറക്റ്റാണെന്ന് നോക്കണേ. ഗൈസ് അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ഇങ്ങനെ വന്നിട്ടാ. നോക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് സാധനം. ഇത് തന്നെ ചാച്ചാ. കൈ കൊടുത്തേ. ആ ലോക്ക് പൊട്ടിക്കണ്ടേ? ഈ സാധനമൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാൻ ഇന്നലെ ഇത് കണ്ടായിരുന്നു, ലൈലാൻഡിന്റെ ലോക്കൽ വണ്ടി. അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ സാധനം തന്നെ ഇരിക്കുന്നത്. ആണോ? അപ്പോൾ വാങ്ങാൻ ചാച്ചാ इसके डालने के लिए ये ठीक है और चेंज करना है. एक मिनट. ये गाड़ी का है. ओके ये भी हो जाएगा. ആ ഇതും കുഴപ്പമില്ലടാ. ഇതല്ല ചെറിയൊരു ബെൻഡേ ഉള്ളൂ ഇതിന്. ഇത് പഴയ വെയിറ്റ് ഉള്ള ടൈപ്പാ. നോക്കിയേ ബേക്ക് നോക്കിയേ. ബേക്ക് നോക്കിയേ. लगा हुआ है इसमें. ये ഫൈബറാണോ ഇതാണോ നോക്ക്. പാട്ടാനെ കട്ടി കൂടിയത്. ठीक है ठीक है ये ठीक है. ठीक है ओके वो भी ठीक है. ये भी अच्छा वाला देख के लगा देते हैं आप. ഇത് ചടങ്ങിയതാ.
ओ नो ये इसको छोड़ दीजिए, अगर डैमेज है तो छोड़ दीजिए। और अच्छे वाला होगा ना बोल लगा ആ ഇതിന് ഇത് അടിപൊളി, പക്ഷെ ഇതിന് ഇവിടെ ചെറിയ ബെൻഡേ ഉള്ളൂ. ഓ ഉദർമേ ദാരോ वो भी ठीक है। ओके ഇത് കുഴപ്പമില്ലടാ ലിബി. പുറത്തായിരുന്നു നല്ലത് ഇച്ചിരി. छोड़ दीजिए, ये चलता हूँ अभी ले चलता हूँ, छोड़ दीजिए आप। പുറത്തല്ലേ ചേട്ടാ നല്ല ഇതിടാൻ പോവാ. ഇത് പോരെടാ. മതി, ഇതൊന്നും വലിയ പണിയില്ല. ഇതല്ലേ ഫൈബർ അല്ലല്ലോ? അല്ല, നോക്കിയില്ലേ? ആ. ഏതോ ഒരു മോഡൽ വന്നാക്കുന്ന ഫൈബറാ. അത് നമ്മുടെ ഫൈബറാ. ആ അത് തന്നെ നമ്മുടെ ഫൈബർ. ഇത് ഓക്കെയാ. ഗ്രില്ല് അത് തന്നെ വേണം, നമുക്ക് നല്ല ചൊവ്വുള്ളൂ. ഈ തപ്പാ നമുക്ക് നന്നായിട്ട്. ഇനി നമുക്ക് എന്നാ വേണ്ട? ഫ്രണ്ട് ബമ്പർ അല്ലേ? ഫ്രണ്ട് ബമ്പർ ഇതിൻ്റെ ഉള്ളിൽ തപ്പി കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ എന്താണെങ്കിലും കിട്ടും. ഫ്രണ്ട് ബമ്പർ എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തപ്പിയാൽ കിട്ടും. ഫ്രണ്ട് ബമ്പർ എടുക്കണം. പിന്നെ ഞാൻ വണ്ടിക്കുള്ളതും ആ കിടക്കുന്ന വണ്ടിയില്ലേ, ആ നമ്മുടെ വണ്ടിക്ക് ഇല്ലാത്തതും ആദ്യം നോക്കണം. ആ മനസ്സിലായോ? നല്ലല്ലേ? അവന് ഇത് നല്ല ചിളക്കുണ്ടോ? അവന് ചിളക്കുണ്ടോ രണ്ട് സൈഡ്? एक बार मैं देखेगा वो अच्छा है, ये अच्छा है. ठीक है, ओके ओके. അതെ അതെ. भाई इधर ചെയ്ത് दो പോയി सामान കഴിഞ്ഞിട്ട് പറ്റില്ല. വാ ലിബിനെ, देखो ये भी दे देंगे। ലിബിനെ ആ നമുക്കൊരു പ്രാവശ്യം കൊണ്ട് നോക്കിയേക്കാം. ഇല്ല പുറത്ത് തന്നെയല്ലേ? പുറത്തേ നല്ലേ? പുറത്തേ ആ അതാ നല്ല ഉറപ്പാ. ഉറപ്പ് എത്തിയിട്ട് വെക്കാം. എന്നെ സംബന്ധം വെച്ചാൽ പുട്ടി കയറി കഴിഞ്ഞാലേ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന നേരത്ത് പുട്ടി പൊളിഞ്ഞു പോകും. അപ്പോൾ പരമാവധി നമ്മൾ പുട്ടി നോക്കി എടുക്കണം. ഇത് ഊരാൻ കേട്ടാടാ. ഈ സാധനം ഊരാം. ആ ഇത് ബെൻഡാ. ബെൻഡാ. ആ ഏതൊന്ന് നരിക്കി നോക്കണേ, മര്യാദയ്ക്ക് നോക്കണം. ആ മറ്റേ പുറത്തല്ല അത് പോരെ? അതിൻ്റെ അത് നല്ലതാ. ഏതാ? ഇതാ നല്ല. എന്നാ പറയുന്നത്? ഇത് പെർഫെക്ഷൻ ഉണ്ട് അല്ല ലിബി? ഇതെടുത്താൽ മതി. ഇത് റിക്കവറിയുടെ ആയതുകൊണ്ട് കട്ടി കൊടുത്തിട്ടുണ്ടാവും. ക്യാ കരേഗാ? ക്രെയിൻ ആയേഗാ നാ? ആ ക്രെയിൻ വന്നിട്ട് വേണം ലിബിനെ അത് അഴിക്കാൻ വേണ്ടി. മറ്റേ സർദാർജി വരണം. അപ്പോൾ ഉറപ്പാ കേട്ടോ? ഉറപ്പിച്ചോ? 100 എത്ര വെച്ചതിനോട്? 120. 120 ക്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സർവീസ് ഉറപ്പിച്ചോ കേട്ടോ? സർവീസ്, വാട്ടർ സർവീസ്. എടാ ആ ബമ്പർ എടുത്താലും ആ ബമ്പർ തന്നെ കുഴപ്പമിരിക്കുന്നത്. ചിലക്കോ വന്നത് എങ്ങനെ? ചെറിയ ചിലക്കൊക്കെ ചെറിയ ചിലക്കോ. അത് എങ്ങാതി ചിലക്കോ നിനക്കറിയാം, കണ്ടല്ലേ നീ? പിന്നെ അങ്ങനെ വലിയ ചിലക്കൊന്നുമില്ല. ആ സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയി നോക്കാം. ഏതാ? പിന്നെ അതുപോലെ ആ ക്യാബിൻ കയറിയിട്ടേ നമ്മുടെ വണ്ടിക്ക് കുറവുള്ളൂ, അതിന് തന്നെ കൂടുതലുള്ളതെന്ന് നോക്കണം. കുറേ പിടിക്കുന്ന സാധനങ്ങൾ കുറവുണ്ട് നമ്മുടെ വണ്ടിക്ക്. ആണോ? അതല്ല, ആ എടുക്കണം. അല്ല അപ്പുറത്തോടെ കയറി നോക്കണമെന്ന്. ഇത് ക്യാബിൻ ഊരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണേ. അല്ല ചെറിയ സാധനങ്ങളൊക്കെ പോകും. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല 5-6 കത്തിപ്പോയതാണ്. ആ ഇതാ കിടക്കുന്ന ഒരെണ്ണം. ആ ഇതാ ഒരെണ്ണം. പക്ഷെ അതൊക്കെ ബെൻഡായി പോയതാ. സെയിം അവസ്ഥയായിരുന്നു നമ്മുടേനും. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ കത്തിപ്പോയതാണ് എല്ലാം പാട് വരാനുള്ള കാരണം. അല്ലെ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കത്തില്ല. ചാച്ചാ ബമ്പർ ദൂസറാ ഹേ? ഇത് കണ്ടോ? തൊട്ട സർച്ച് കർ ലിബിയാ, ആ ഇത് പോയതാ. എവനൊന്ന് ഫോൺ കൊടുക്കാൻ, വിളിച്ചു കൊടുക്കാൻ. ആരെയാ? ശിവത്തിനെ. അതായത് ഇതെങ്ങനെയാന്ന് മനസ്സിലായി, നമ്മളെല്ലാം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വിളിച്ചു ചോദിച്ചു, കൺഫേം എടുത്തോളാം. ഇല്ലില്ല ഒക്കെ പോയതാ. പോയതാ? ഞാൻ ചമ്മിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ആ ബമ്പറല്ലേ ഉദ്ദേശിച്ചേ? അതായിരുന്നു നമ്മുടെ പഴയ ബമ്പറിന്റെ അവസ്ഥ. ബമ്പറല്ലേ ഞാൻ നോക്കിയത്? ആ ഡാഷ്ബോർഡ് കണ്ടോ? അതിൻ്റെ അകത്ത് വല്ലതും പറ്റുമോ നമുക്ക്? അത് നമ്മുടെ അല്ലടാ. അല്ലല്ലേ? വേറെ ഏതോ വണ്ടി. ഇന്ന് 120 രൂപ പോയി. ഇന്ന് 120 രൂപ ക്വാർട്ടർ ഉറപ്പിച്ചു. ഇന്ന് കുറേ സാധനം പൊക്കാനുണ്ട് കേട്ടാ. കുറേ സാധനം പൊക്കാനുണ്ട്. മറ്റേ മാറ്റിയിടുന്ന സാധനം അപ്പുറം ഇപ്പുറം ഒരേ വണ്ടിയുടെ സംബന്ധിച്ച് 120 രൂപ ക്വാർട്ടർ മേടിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ കൂടുതൽ എന്താ പറയുക, ഇവരൊന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇത് ചെയ്തു തരും. പിന്നെ നമ്മൾ ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്വാർട്ടർ മേടിച്ചു കൊടുത്തില്ല, അല്ലെ പൈസ കൊടുത്താലും സന്തോഷം. ശിവൻ പറയുന്ന പോലെ കാര്യം നടക്കും. സന്തോഷം. അതിനുവേണ്ടി മാത്രം ഒരു കാര്യം കേട്ടോ. ശിവത്തിനോട് ചോദിക്കാതെ ഇവരൊന്നും ചെയ്യില്ല, ഇവർ പണി പോകും. അത് കാരണം എല്ലാം ചോദിച്ച സാധനങ്ങളെല്ലാം ഗ്യാസ് ബിൽഡ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കുന്നത് നിങ്ങൾ കാണും. മൊത്തം കട്ട് ചെയ്ത് ഇവിടുന്ന് ഒഴിവാക്കുക. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരു ക്യാബിന് അത് പോയി, നമ്മുടെ ക്യാബിനൊക്കെ പോയി. നമ്മുടെ വണ്ടിയിൽ ഇരുന്ന ക്യാബിനൊക്കെ മൊത്തം കത്തിപ്പോയി. ഒരു 10,000 രൂപയുടെ മുതലായി പോയി കാണും. അതിനാ കത്തിന് വിലയില്ലല്ലോ, ഇരുമ്പ് വില മാത്രമല്ലേ ഉള്ളൂ. 75,000 രൂപ ക്യാബിന്റെ വില. അത് നല്ല ക്യാബിന്. കത്തി ക്യാബിന് എത്ര? 10,000 രൂപ കൊടുത്ത് കിട്ടൂല. പൈസ എന്തായാലും നമ്മുടെ സാധനം പൊക്കട്ടെ, സാധനങ്ങൾ ഓരോന്നിട്ട് എടുക്കട്ടെ. എന്ത് സാധനം പറഞ്ഞാലും എടുത്തോളാൻ പറയുന്നുണ്ട്. ഇത് എടുക്കലെന്നൊന്നും ഇതുവരെ പറഞ്ഞില്ല. അങ്ങനെ ഒന്നും അറിയില്ല. ഇവിടെ നല്ല ഡോർ ഉണ്ടായിരുന്നു കേട്ടോ. ഡോർ കിടക്കുന്നത്. ശരിക്കും തപ്പണം കേട്ടോ. അതെ നമുക്ക് വേറൊരു കാര്യം അറിയാവോ? നമുക്കിവിടെ മറ്റേ നമ്പർ പ്ലേറ്റ് കിട്ടത്തില്ല. അപ്പൊ അതിനുള്ള എന്നാന്നുള്ള ശിവനോട് ചോദിക്കണം. നമ്പർ പ്ലേറ്റ് ഒന്ന് അടിച്ചു തരാൻ പറയും. ഭയങ്കര പിടിപാടുള്ളവരല്ലേ? അതെ, നമുക്കാണ് പാട് മാത്രമേ ഉള്ളൂ. സത്യം. നമ്മുടെ പിടി പഴിഞ്ഞിരിക്കുക. ഗൈസ്, അപ്പം
ആ ക്യാബിൻ പൊക്കുക കേട്ടോ. ക്യാബിൻ പൊക്കിയിട്ട് അത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ രണ്ടാം മഡ്ഗാർഡ് അഴിച്ചെടുക്കണം. അതിനിത് പൊക്കിയേ പറ്റുള്ളൂ. BKT ടയറാണല്ലോ. ഓ, അത് കൊളുത്താനാണെങ്കിൽ അത് അതോടുകൂടി തീരുമാനമാവും കേട്ടോ. ഈ പുള്ളി തൊട്ട സാധനം എല്ലാം ചളങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ആ സാധനമൊക്കെ പുള്ളി അത് ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവനെ ഇതൊരു മെഷീൻ ഓടുന്ന സാധനമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ചിലപ്പം ചടങ്ങും. പിന്നെ നമ്മുടെ ഏറ്റവും മേളത്തെ 2 ഓട്ടോയുണ്ട്, അതും കൂടെ അങ്ങ് മാറ്റിച്ചാലോ. ക്യാബിൻ ക്രോസ് പൊക്കാണ്. ഏതിനോട്ടോ? ആ ഇങ്ങനെ പൊക്ക. അപ്പോൾ പുള്ളിക്കാരൻ നിൽക്കുന്ന സാധനം അതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അത് ലാസ്റ്റ് ചെറിയ കേസ്, ആ വലിയ എത്ര കേസല്ല. ഓരോന്നും പറയല്ലേ, ഇനി മണി പറയില്ല. തീരട്ടെ ഗായ്സ്. കമന്റ് ബോക്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഓർപ്പിക്കണേ. മിസ്സായിപ്പോയെങ്കിൽ പറയണം കേട്ടോ. ചാച്ച അതിൻ്റെ അകത്ത് നിന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക കേട്ടോ. അത് കൊളുത്തുക. സ്റ്റിയറിങ്ങേ കൊളുത്തുക. എൻ്റെ ക്യാബിൻ പൊക്കും. ഇതൊക്കെ എത്ര നാൾ കൂടി പൊക്കുന്നതായിരിക്കും. ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പൊക്കുന്നത്. हमारा नेताजी जिंदाबाद. രാവിലെ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. മോർണിംഗ് പിയേഗാ റം, മോർണിംഗ് റം പിയേഗാ, ഈവനിങ്. രാവിലെ അടിച്ചു കേട്ടോ. സാധനം പൊക്കാൻ പോകും കേട്ടോ. ഉറുമ്പ് പോലെ ഇരിക്കും പൊക്കളൊക്കെ. ബിൽഡിങ് പോവും, അത് പോവും, ഇത് പോകുന്നൊക്കെ ദൈവത്തിനറിയാം. പൊക്കി നല്ലതിന് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ പൊക്കി നിർത്തും. അങ്ങോട്ടെടുത്ത് മാറ്റാനാ പറയുന്നത്. നമുക്ക് മാറിയേക്കാം. മാറി നമുക്ക് മാറിയേക്കാം. അത് പൊക്കി. എനിക്ക് തോന്നുന്നത് RR വണ്ടിയായിരുന്നു തോന്നുന്നത്. അതിൻ്റെ ഇത് കണ്ടിട്ട്, ഡിസൈൻ കണ്ടിട്ട്. പെയിന്റ് അല്ലേ? പെയിന്റ് RR കൊണ്ടിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഏകദേശമൊക്കെ ആയി. ലാസ്റ്റ് കുറച്ച് ഫൈനൽ ടച്ചപ്പ് ഒക്കെ ഉള്ളൂ. എല്ലാം മൊത്തം സെറ്റപ്പായിട്ടൊന്നും കിട്ടത്തില്ല ഇവിടുന്ന്. അത് കമ്പനി കണ്ടീഷൻ കിട്ടൂല. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത്, അപ്പോൾ സെക്കൻഡ് ഹാൻഡ് നമ്മൾ അംഗീകരിക്കുക. അതെ, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പരമാവധി നല്ല സാധനം മാറ്റി ഇടാൻ ശ്രമിക്കുക അല്ലേ? എന്താ സാധനം പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിമേ ലൈനിങ്ങാനും കൊണ്ടുവന്നാൽ പോയി. ഇന്ന് വീണ്ടും കറണ്ട് പോയി. അത് മറ്റേ ലൈനല്ലേ ഇവനെ? മറ്റേ ലൈനാ, നമ്മൾ അടുത്ത കൂട്ടിയടിക്കാൻ ലൈനല്ല. അതോ ലൈന് തട്ടി. പ്രശ്നം വരില്ല. 3 കൂട്ടിമുട്ടിയല്ലേ കത്തുള്ളൂ. ഇത് അതിൻ്റെ അകത്ത് റബ്ബർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ, അങ്ങനെയൊന്നും കത്തൂല. ഇത് ക്യാബിൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുവാ കേട്ടോ. ഭയ്യാ താഴോട്ട് ഇടല്ലേ. കലങ്ങിയാ പോയി. ഇതിൻ്റെ അകത്ത് വിധത്തിലാണ് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചത്. ഇനി വേറെ ഇല്ല. ഇനിയില്ല. ലാസ്റ്റ് ക്യാബിൻ അത് എല്ലാം ലാസ്റ്റ് കേട്ടോ. ഇനി വണ്ടികൾ വരണം. എല്ലാം സെറ്റായി കഴിഞ്ഞ് വണ്ടികൾ വരണം. ഈ വണ്ടിയുടെ അടുത്ത് നിൽക്കരുത് കേട്ടോ. ഈ വണ്ടി പൊട്ടും. ഈ വണ്ടി ടയർ പൊട്ടും കേട്ടോ. 2 വരെ പുറത്ത് അടിച്ചു. 120 ദിയേഗ എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലോ. എടാ അതിന്റെ ടയറൊക്കെ പൊട്ടി നിൽക്കുക കേട്ടോ. അത് പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കല്ലേ. അത്രല്ലേ ജസ്റ്റിനാ നിൽക്കുന്നത്. കുഴപ്പമില്ലല്ലോ അവനെ. നോക്കിക്കേ, ആരാംസെ ഇതർക്കാരോ അല്ലേ? ഇങ്ങോട്ടും ആക്കുക. ഇതിന്റെ ഡോർ സൂപ്പർ ഡോറായിരുന്നു കേട്ടോ. നമ്മൾ ഇട്ടത് മോശമൊന്നുമില്ല. ശരി, ഞാനിവിടെ കണ്ടതിന് നല്ലൊരു ക്യാബിൻ ഇതാ. പക്ഷെ എല്ലാരും പറഞ്ഞു ഇത് നമ്മുടെ ക്യാബിൻ അടിച്ചെടുക്കാനുണ്ട്. ഇതൊക്കെ നല്ലതിനെ അല്ലേ? ക്യാബിൻ കുഴപ്പമില്ല. ഇല്ല, പണിയില്ലാത്ത ഇവിടെ അതിനും തുരുമ്പുണ്ട്. നല്ല അടിപൊളി എന്നല്ലേ ടെക്നോളജി എന്ന് പറഞ്ഞാല് മനുഷ്യനെ കൊണ്ട് അല്ലേ? ഇത്രയും പൊക്കി നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇടുന്ന ഗ്രീസ് എയർ അല്ല, ഇത് ഹൈഡ്രോളിക് ഗ്രീസ് പോലത്തെ ഓയിലില്ലേ? ഹൈഡ്രോളിക് ഓയിൽ ഇങ്ങനെ പ്രഷർ ആയിട്ട് ഇങ്ങനെ തള്ളും. അപ്പൊ ഇത് ഫ്രണ്ടോട്ട് ഇങ്ങനെ വരും. അതേപോലെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടായിരുന്നതിലൊക്കെ നമ്മൾ പോയി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ നിൽക്കും. എനിക്ക് ഭയങ്കര ആവേശം ഏതെങ്കിലും വണ്ടി കണ്ടാലും. ഇപ്പോഴും ഞങ്ങൾ ട്രെയിൻ കണ്ടിട്ടുണ്ട്, അവിടെ പോയി നിൽക്കും അല്ലേ? അതായത് ഇതിന്റെ 2 സാധനം നമുക്ക് നോക്കണ്ട. ഞാൻ ഇതിനെ കാണിച്ചു തന്നില്ല ഇന്നലെ. നമ്മുടെ ഈ ചവിട്ടുന്ന അവിടെ 2 സാധനം ഇല്ല. അത് പറിക്കണം. ഇതിനുണ്ടല്ലോ, നോക്കണം, ഉണ്ടെങ്കിൽ എടുക്കണം. ഇത് എവിടെയാണോ വെക്കാൻ പോകുന്നത് അവിടെ ഇങ്ങനെ പൊക്കി പിടിക്കുമായിരിക്കും. സംഭവം താത്തി വണ്ടി ഓഫായി. ടീ ബ്രേക്കും അടിപൊളി. എല്ലാം എത്ര ചായ നയിച്ചായേ പൂരാ മിക കോട്ടർ ഇവിടെ സാധനം നിർത്തി കേട്ടാ. ഇനി ഇവിടെ ഊരി എടുക്കാം. ഇവനെ നമുക്ക് ആ സമയം കൊണ്ട് മറ്റേ സാധനം നോക്കിട്ട് ഇവിടെ നിൽക്കണവൻ. ഒരു ഇവിടെ നിന്നില്ല കാര്യം. ഊരുന്ന സമയത്ത് വല്ല തുരുമ്പുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇല്ല കയറ്റി കഴിഞ്ഞാൽ മാറ്റി. അതല്ല, അത് ഇത് ഊരുന്ന സമയം കൊണ്ട് നമുക്ക് ഓടി വരാം. ആ വണ്ടിയിലെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വണ്ടി കുറവുണ്ട്. വാ കയറാനാ? ആ വണ്ടി കയറിയിട്ട് നോക്കാം എന്തൊക്കെ കുറവുള്ളത്. വാ, കുഴപ്പമില്ലടാ. ഗൈസ്, ഈ സാധനം നമുക്ക് മേടിക്കണം. ഈ ലൈറ്റ് മേടിക്കണം. ഈ ബമ്പർ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇതിന് ഫ്രണ്ടിന് ഒരു ചെറിയ ചളുക്കുണ്ടോ? ശരിയാണ്, ഇവിടെ ഒരു ചളുക്കുണ്ട് കേട്ടോ. ഉണ്ട്. നല്ല രീതിയിൽ ചളുക്കുണ്ട്. നല്ല രീതിയിൽ ചളുക്കുണ്ട്. അപ്പം ഇത് വേറെ മേടിക്കണം. എടാ, ഇത് നമ്മുടെ വണ്ടിക്കുണ്ടല്ലോ. അതുണ്ട്, ശ്രദ്ധിക്കണേ. ഉണ്ട്. ഇതുണ്ടല്ലോ. അതില്ല. ഉണ്ടോ? നോക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കണ്ട. ഇത്
അതില്ല. ഇത് എത്ര മൊത്തം 3 3 ഓക്കെ അല്ലേ? ആ അല്ലേ? ആ. ഇനി അടുത്തത് ഇവിടെ ഒരെണ്ണം ഉണ്ട്. എവിടെ? ഇവിടെ അതൊന്നും ഇല്ല വണ്ടിക്ക്. 1 അപ്പോൾ 2 പിന്നെ ഇവിടെ 1 3 മൊത്തം 1 അത്രേ ഉള്ളൂ അല്ലേ? 1 2 3 4 5 അല്ലേ? 5 ഇതിൻ്റെ ക്യാബിൻ്റെ ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടുപഠിക്കണമല്ലോ. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കവർ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധാപൂർവ്വം ഒന്ന് പഠിക്കണം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ മൊത്തം എത്ര എണ്ണം ജീവനെ? 5 എണ്ണം. 6 എടാ 1 2 3 4 5 അതേ സൈഡ് തന്നെ അപ്പുറം വരൂലേ? ഇല്ലില്ല, അവിടെ ഇല്ല. ഞാൻ പോയി നോക്കിയതാ. ഇനി ഞാൻ നോക്കട്ടെ. ഇനി അവിടെ നോക്കട്ടെ എങ്ങനെയാ അവസ്ഥ എന്നുള്ളത്. നമ്മൾ വേറൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ നിന്ന് പുള്ളി ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അച്ചാർ അപ്പുറം ഇരിക്കും. അവൻ എടുക്കാൻ വേണ്ടി പോയേക്കുക. ദേതോ അയാളെ പറഞ്ഞു ഇയാളുടെ അടുത്ത് നിന്ന് കഴിച്ചാൽ ഇനി നീ എവിടെയും പോകില്ല. സംഭവം ശരിയാട്ടോ. നല്ല ഡാല്, നല്ല കറികൾ. പിന്നെ നമ്മൾ മേടിച്ച മറ്റേ മിക്സ് വെജ് തിരിച്ചു മേടിച്ചു. ഇത് ഇവിടെയാക്കിയാ ഇനി ഇവിടെ വെച്ചേക്കാം. കേട്ടോ. അല്ലേ പിന്നെ? അതെ, ചോറിന് 80 രൂപ. ആ, കുഴപ്പമില്ലാത്ത പൈസ കേട്ടോ. ചോറിന് 80 രൂപ. പിന്നെ ഇതിൻ്റെ കൂടുതൽ വേണേൽ ഫുൾക്ക വേണേൽ ഫുൾക്കയും കിട്ടും. ഓക്കെ, ഇതിൻ്റെ കൂടുതലുള്ള എന്തായാലും ഇത് കഴിക്കട്ടെ. സന്തോഷമായി ഗൈസ്. നമ്മളെ ഫുഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടുപെടുന്നതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ ലഭിയ നമ്മൾ ഇന്നലെ ഇവിടെ കയറിയിട്ട് പോയതാണേ, ഉള്ളുവിൽ നിന്നും പറഞ്ഞു. അതെ, ഇന്നലെ ഇവിടെ കഴിക്കാൻ നല്ലതായിരുന്നു. അവിടെ പോയിട്ട് നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നല്ലോ. വൃത്തിയുണ്ട് ഇവിടെ, വൃത്തിയുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റലുള്ള കാരണേ അത്യാവശ്യം ഇവിടെ ഓർഡർ പോകുന്നോ. നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല, എല്ലാം മാറ്റി ഇടണം. അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ചെറിയ വിള്ളലുണ്ട്. അത് പേടിയാണ് എനിക്ക്. വരുന്നിടത്ത് വെച്ച് കാണാം. പെരിയെ പോവാം. വിള്ളലില്ലാത്ത 2 എണ്ണം ഫ്രണ്ട് ഇടാം, ബാക്കി 2 എണ്ണം ബേക്ക് ഇടാം. പിന്നെ ഇതെല്ലാം കൂടെ ഈ 4 എണ്ണം എല്ലാം കൂടെ ഊരി കൊടുത്തിട്ട് അവനോട് ഇതേപോലത്തെ ഒരു ടയറും റിമ്മും തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റിമ്മ് തരാൻ സാധ്യത. ഇനി പൈസ കൂടുതലാണ്. ഇതിന് 6000 രൂപ എക്സ്ട്രാ കൊടുത്തു കേട്ടോ ഈ കാണുന്ന റിമ്മിന്. ഇതിന് കട്ടി കൂടുതൽ. എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അതായത് ഇതിന് ഇച്ചിരി വലിപ്പവും വീതിയും ഇച്ചിരി കാണുമ്പോൾ ഇച്ചിരി സൈസ് കൂടുതൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ഇത് 4 എണ്ണം ഒരേപോലത്തെ ഒരെണ്ണം വ്യത്യാസം ഉണ്ടല്ലോടാ. എന്ത് ഇല്ല? അതെ ഇതാ ഈ റിമ്മും വ്യത്യാസമുണ്ട്. ഇല്ലല്ലോ. അതേടാ, ഈ റിമ്മ് വ്യത്യാസം ഉണ്ടോ? ഇതും കണക്കാ, ഒരേപോലത്തെ അല്ലേ? അതോ? അത് ഫ്രണ്ടിത്തെ. അത് ഫ്രണ്ടിത്തെ. ഇത് ബേക്കിത്തെ ഇത് ഒന്നാണോ? അതും ഇതുമായിട്ട് നോക്കിക്കളത്. പിന്നെ ഇത് ഒന്ന് ബേക്ക്. ഇത് ഒന്നല്ല. ഇത് ഒന്നല്ല. അല്ല ഇത് ഉൾട്ടയല്ലേ? ഇത് ഉൾട്ട. പേടിച്ചു പോയി. ഇത് ഉൾട്ടയാ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഉൾട്ടയല്ല. എങ്ങനെ ഉൾട്ടയാന്ന്? അതെടാ, അത് ഉൾട്ട അല്ല. ഇത് കറക്റ്റ്. ഇത് ഉൾട്ട. ഇതിന്റെ ബേക്ക് സൈഡ് ഉണ്ട്. ഇത് രണ്ടും ഒരേപോലത്തെ. പേടിച്ചു പോയി. കാരണം 6500 കൊണ്ട് 4500 കൊടുത്തല്ലേടാ? 4500. ഇനി സാധനം കൊടുക്കാൻ എന്തായാലും മറ്റേ ഒരെണ്ണത്തിന് 2 പോയതായി. സാധനങ്ങൾ അഴിക്കുവാണ്. സാധനങ്ങൾ അഴിച്ച് ഇന്ന് ഓരോന്ന് ഫിറ്റ് ചെയ്ത് ഇന്ന് തീർക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് മുതൽ അവന് പൈസ അയച്ചു തുടങ്ങണം. കാരണം ബെനിഫിറ്റ് ആഡ് ചെയ്ത് ഇന്ന് മുതലാണ് പൈസ അയച്ചു കൊടുത്ത്. ഏകദേശം ഇന്ന് നാളെ കഴിഞ്ഞോട് കൂടി പരിപാടി തീരും. നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ വിസയ്ക്ക് കൊടുക്കണം. 15 ദിവസമാണ് നമുക്ക് നാട്ടിലുള്ള സമയം. അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എന്നിട്ട് നമ്മൾ നേരെ യൂറോപ്പിന് പോകും. ദിസ് സീസൺ നമുക്ക് എങ്ങനെയും തീർക്കണം. എന്നിട്ട് മഞ്ഞത്ത് വണ്ടി ഇടണം. മഞ്ഞ ടയർ മാറ്റണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ചെന്നിട്ട് 15,500 കിട്ടും. അടുത്ത കാലം അതിൻ്റെ കൂടുതൽ അല്ലേ? മേടിച്ച് 10,000 രൂപയ്ക്ക് കണ്ടത് വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. എന്തായാലും ബുള്ളറ്റ് ഒന്ന് നോക്കുന്നുണ്ടല്ലോ. പിന്നെ 1,80 കേട്ടോ വണ്ടിയുടെ വില. പുതിയ വണ്ടിയുടെ വില ആർമിയുടെ തന്നെ വേണം. ഇതാ സ്വിച്ചും സാധനങ്ങളെല്ലാം അവന് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയല്ല. अच्छा ये क्या के लिए? ये दोनों भी क्या है? ये लाइट है, इसमें लाइट आता है. ये लाइट नहीं है, ये वाटर पानी. ये क्या है? ये ऊपर लिखा हुआ ना, ये वाला क्या लिखा हुआ है? ये दूसरे वाले दे कंप्लेंट है. ये एयर हॉर्न है, ये नॉर्मल है. ये हॉर्न का है. ये हॉर्न का है. जो उसमें ठीक है वो लगाएंगे इधर. ठीक है, आपको इसमें 2 हीटर है. उसके एक ये देखो, ये स्विच ओके, ये टूटा हुआ है, इसको बाहर निकाल दीजिए. പിന്നെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈപ്പർ ബ്ലേഡ്. പിന്നെ ഞാൻ അവനോട് ഈ സാധനം പറഞ്ഞായിരുന്നു. അത് വേറെ കൊണ്ടുവന്നു. इसको निकाल दिया है ना, उसमें और डाला है इसको. വൈപ്പർ ബ്ലേഡ് കൊണ്ടുവന്നു. ये क्या है? उसमें प्लेट ये दूसरा लगा लेते हैं ना, कई बार नहीं चलता तो वो मैंने चेंज कर दिया उसका. अच्छा, എല്ലാം റെഡിയാണ് കേട്ടോ. वो ऑलरेडी उसको चालू कर दिया ना. उसका वेरी അപ്പോൾ എല്ലാം कट था सारा. ഞാൻ ഒന്ന് വണ്ടി പോയി നോക്കട്ടെ. വയറിങ്ങിൻ്റെ എന്തെങ്കിലും പണി ബാക്കിയുണ്ടോ? അല്ല തീരെയല്ലോ. ടീക്ക് ആവോ ഗൈസ്? വണ്ടിയുടെ എന്തെങ്കിലും പണിയും കാര്യങ്ങളും ബാക്കിയുണ്ടെന്ന് പോയി നോക്കട്ടെ. അപ്പം അതാണ് അതിൻ്റെ സംഭവങ്ങൾ. ഓരോന്നോരോന്ന് തീർത്ത हेडलाइट का अंदर लाइट है ना, वो चेंज करने के लिए. अच्छा वाला
हेडलाइट पूरा कंप्लीट कनेक्ट से नहीं ये अंदर डालने के लिए लाइट है ना, अंदर अंदर അവൻ എന്നെ പറഞ്ഞു നീ മനസ്സിലാക്കുക അതുകൊണ്ട് നല്ല ഹെഡ്ലൈറ്റിന്റെ हाँ ये पता है ये अंदर का लाइट है ना, ट्यूब तू नहीं अंदर का लाइट है ना, ये नॉर्मल वाला है ना, मैं अच्छा वाला दिएगा, है कहाँ पर है मैं परचेसिंग करेगा अभी। नहीं लाना है हाँ ഓ एक बार देखेगा ഓ ചായേ वो पूरा चाहिए, अंदर का नहीं चाहिए। എന്താ ദൈവമേ, നമ്മുടെ 2 ഫ്രെയിം കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ആ ഫ്രെയിം മാറ്റിയിടുക. അവൻ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. വെറുതെ സംശയിച്ചു. നല്ലവനായിരുന്നു നല്ലവനായവൻ. അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ആ 2 ഹെഡ്ലൈറ്റ് അത് മേടിച്ചു. അത് നല്ല ഹെഡ്ലൈറ്റാ. അവനോട് എത്ര ലൈറ്റിന് പോയി ചോദിക്കാടാ. ഏതാ? ആ പൈസത്തിന് ഉദർമ ഇതർ പിന്നെ ലൈറ്റിന് ഭയങ്കര പൈസ കൂടുതലാണ് നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ. ഏ ചായേ ഏ നിക്കാലോ. कौन सा चाहिए? ഇത് വേണ്ട. സെയിം ഏ കറക്റ്റാണ് അവൻ പറഞ്ഞത്. അത് തന്നെ സെയിം അബ് കറക്റ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് പൊട്ടിപ്പോയതാ. ये वाला चाहिए चाहिए കറക്റ്റ്. അയാൾ കറക്റ്റാണ് പറഞ്ഞത്. അയാളിപ്പോൾ എൻ്റെ വിശ്വസ്തനാട്ടോ. लाइट सही है ना उसका हाँ क्या करना है वो अच्छा वाला लाइट में दिएगा, पावर वाला वो अच्छा वाला लैम्प ए वो नहीं है, ये उधर जाएगा, वो बड़ा गाड़ी में ज़्यादा लाइट आएगा, कुछ नहीं देखेगा। वो बड़ा है वो लो उधर से वो बड़ा किधर ഏതാ? इधर क्या है? वो बड़ा लाइट वो ले हाँ वो भी चाहिए. वो लाओ हाँ लाओ उधर से എടുക്ക മറ്റേ സാധനമൊക്കെ പോയി കേട്ടാ. ये कौन सा वाला? ये वाला है हाँ ये वाला ये. हाँ लाओ उधर लाओ എടുത്തോ. हाँ ठीक है ले आओ वो पीछे वाला 2 लाइट चाहिए. पीछे वाला किधर रखेगा भैया? पीछे वाला राउंड वाला, ये वाला टाइप पीछे. इधर पड़ा है ना इधर नहीं है. किधर? इधर से उठा के उधर रख दी हाँ किधर? यार अभी तो मैंने निकाल के रखा था ना किधर है സാധനമൊക്കെ ഇവിടെ വെക്കുന്ന സാധനം? ശേ പോയി. यार बाहर निकालो ना बेच तो नहीं किया मैंने किधर है? ये पड़ा है ना हाँ दोनों वो तो निकाल उधर में रखो. इधर रहने नहीं नहीं दूसरा में लेके വെച്ച് കഴിഞ്ഞാൽ സാധനം പോട്ടോ. भैया एक पकड़ो. 2 മേടിക്കാം. അവിടെ ഈ റൗണ്ട് 2 എടുക്കണം. भैया एक पकड़ो. मेरे एक का हाथ वीक है. ആവോ സാധനം എടുക്കാൻ പോകുന്നതാണോ? ട്രാക്ടർ എന്തിനാണാവോ? വണ്ടി പൊക്കാനാണോ? അവിടെ മറ്റേ റൗണ്ട് ലൈറ്റ് വേണ്ട 2 അതെടുത്ത് വെക്കാം. പിന്നെ അതും കൂടെ എൻ്റെ കയ്യിലെടുക്കാൻ പറ്റുമോ? ഏതാ? ആ കുഞ്ഞത് വട്ടം അതും കൂടെ എടുക്കാൻ പറ്റുമോ? തന്നെ എന്നാ തരത്തിലുള്ള ഈച്ചയാടാ ഈ നിറം? എന്ത് സൈസ് ഈച്ചയാ? കടിക്കുന്നതായിരിക്കും. വെറൈറ്റിയാ സാധനങ്ങൾ ഓരോന്നോരം ചെയ്യട്ടെ. ഇപ്പോൾ കടയിൽ പോയി ഷോപ്പിംഗ് തുടങ്ങാൻ പോട്ടെ. ഷോപ്പിംഗ് ബില്ലാക്കട്ടെ എത്ര രൂപ ആവും നോക്കട്ടെ. ഇപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് ആ സൈഡിലെ 2 സൈഡിലെയും ബമ്പർ ഊരി പുതിയ ബമ്പർ വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോഴും ഒരു ടെറർ ലുക്ക്. അടിക്കാൻ നിൽക്കുന്ന പോലെ കേട്ടോ നിൽക്കുന്നത്. വാ ഗൈസ് ഇപ്പോഴാണ് ഒരു ടെറർ ലുക്ക് കേട്ടോ. എല്ലാം ഇവിടെ വെച്ചോളൂ ഇവനെ. എല്ലാം ഇവിടെ വെക്ക്. പൂരാ സാമാൻ ഒട്ടുക്കത്തെ കാണോ ഇതിനൊക്കെ. ആ പിന്നെ ഉണ്ടാവൂലേ. പിന്നെ മൈലേജ് ഒന്നും നോക്കുന്ന വണ്ടി അല്ലല്ലോ. ഇത് പിടിച്ചോ ഗൈസ്. ഇത് കണ്ടോ ഫ്രണ്ടിലെ സാധനങ്ങൾ ഊരുന്നു. അത് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഊരുവാണ്. ഇതിൻ്റെ അകത്തിടാനുള്ള ലൈറ്റ് മേടിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് മൊത്തത്തിൽ മറ്റേ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബില്ലാക്കാം. നമ്മുടെ കൈ നിൽക്കുന്ന കേസാണ് നോക്കാം മൊത്തം. ഇല്ലല്ലോ ഓരോന്ന് പറഞ്ഞിട്ട് മറ്റേ ബഡ്ജറ്റ് പോലെ വെട്ടി കുറയ്ക്കാം. ഞാൻ പറയുന്നേ ഓർ പറയണ്ട. മറ്റേ നമ്മുടെ ബസ്സിട്ട് വെച്ച 2 ചെറിയ ലൈറ്റ് വെച്ചാൽ പോരെ? അത് നല്ല കണ്ണി കിട്ടും. അതിന് ഭയങ്കര പൈസയാണ്. ഞാൻ മേടിച്ച സാധനം 4500 കൊടുത്ത് മേടിച്ചാൽ. അതായത് 700 രൂപ. പഴയതിൻ്റെ ക്ലാമ്പും സാധനങ്ങളൊക്കെ പോയി നശിച്ച് നാരണക്കല്ലായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് നമ്മൾ മാറ്റി പുതിയത് വെച്ചു. പുതിയതല്ല, ഇവിടെ ഉള്ളതിൽ നല്ലത് എടുത്ത് വെച്ചു. ഇത് വെക്കണ്ടേ? ഇത് ഏതാ? ഇത് ഇച്ചിരി നല്ല നോക്കി വെക്കട്ടെ. അത് കണ്ടുപിടിക്കണം. ആ ഒരു സാധനം മാത്രം. കിതർ മിലേഗാ? इधर ही मिलेगा इनके पास किधर? എല്ലാം നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ലിബിനെ. എല്ലാം നമ്മൾ തന്നെ പറന്ന് നോക്കണം. നിന്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അതെനിക്കറിയാലോ, അവരോട് ചോദിച്ചാൽ കിട്ടുമെന്ന്. അത് എവിടെ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചത്. ഒരുമാതിരി വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം വണ്ടി നമ്മുടെ കാണാൻ വേണ്ടി ഇപ്പം ടെറർ ലുക്കാണ്. മറ്റേ സാധനമൊക്കെ വരുമ്പോഴത്തേന് ഓരോന്നോരോന്നായിട്ട് ചാച്ചാജി കൊണ്ടുവരികയാണ്. ഓ ഒരു ആക്റ്റീവ് ഇല്ലല്ലോ പുള്ളിക്ക്. ഇതേ സീറ്റ് എല്ലാം അച്ചാവാലേ സീറ്റ്. പിന്നെ അതേപോലെ 2 സീറ്റും ഉണ്ട് കേട്ടോ. ഓ ബേക്കും ഫ്രണ്ടും അടിപൊളിയാണ്. ബേക്ക് ഫ്രണ്ട് നമ്മൾ അടിപൊളി ഭാഗ്യത്തിന് കിട്ടിയതാട്ടോ. അല്ല ഇതിന്റെ പുറമാണോ അടുത്ത സാധനം തപ്പം വേണോ? അതോട് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് അടുത്ത സാധനം അടിച്ചു മാറ്റാൻ വേണ്ടി ഇപ്പം ശരി സാധനം അടിച്ചു മാറ്റാണ്ട്. അടിച്ചു മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുക എന്ന് തന്നെ. അത് തന്നെ നീ കഷ്ടപ്പെടുന്നത്. ഏത്? അതല്ലേ ബമ്പർ? ഇത് മറ്റേ ബമ്പറോ? ഏത് ബമ്പർ? മറ്റേ വണ്ടിയുടെ റിക്കവറി അല്ലടാ. ആന്നേ
ഈ ബമ്പറല്ല, ഇത് റിക്കവറി ബമ്പറാ. ആണോ? മൊത്തം ഒന്നാ ബാ. ആ ഇതിൻ്റെ ഫ്രണ്ട് വേണം കേട്ടോ. ഏതിന്? ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് വേറെ എവിടെ ഊരാം. രണ്ടിനെയും വേണം. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ് ഉണ്ട്. ഫ്രണ്ടാണോ ബാക്കാണോ? ഒരെണ്ണത്തിനല്ലേ ഇല്ലാത്ത? ബമ്പറിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതെടുക്കണം. ഏത് ഭാഗം ഇതിന്? ഇവിടെ ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ട്. ഇത് ഒരു മുകളിലാന്ന് തോന്നുന്നു. ഇതല്ലേ ഒരു കറുത്തിട്ടുള്ളൊരു ഭാഗമല്ലേ? ഇതിന് ചെറിയ വളവ് ഒടിവൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കണം. ഇതുണ്ടോ? അതൊക്കെ അടിച്ചവർ നേരെയാക്കി ഇട്ട് വരുവനെ. അതൊക്കെ അടിച്ച് നേരെ റെഡി കരേഗാ സാബ് എല്ലാം ചാച്ചി. ഒരു ലിച്ചിര പാടാട്ടോ. ഒരു സൈഡ് ചക്രശ്വാസം വലിക്കും. വാ ലിബിനെ, ലിബിനെ ബാ. ഓരോന്നിട്ട് അവർ ചെയ്യട്ടെ. നമ്മൾ ആ നോക്കിയ സാധനം സെർച്ച് ഏറ്റവും നന്നായിട്ട് സെർച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഏറ്റവും നല്ല വണ്ടിയും കൊണ്ട് ഇവിടെ പോവാം അല്ലേ? ഏറ്റവും തപ്പി നോക്കാൻ അറിയുന്നവരെ വരാവുള്ളൂ. നാണൊക്കെ വിചാരിച്ച് ഇവർ തരുന്നൊക്കെ മേടിച്ചൊക്കെ ആണേൽ നിങ്ങൾ ഇച്ചിരി പാടുപെടും ഇല്ല ലിബിനെ? അതേപോലെ വളരെയധികം കാര്യം. പിന്നെ പരമാവധി എടുക്കാൻ നേരത്ത് റിക്കവറി കാറിൻ്റെ പാർട്സുകൾ എടുക്കാൻ നോക്കുക. റിക്കവറി കാറിൻ്റെ പാർട്സുകൾക്ക് ഇച്ചിരി കൂടെ കട്ടിയുണ്ടാവും. അതായത് ഇതങ്ങനെ ഓടുകയില്ലല്ലോ. ഓടിയല്ലോ ഇതത് ഓടുകയോ ഇല്ല, വലിയ തേയ്മാനം ഉണ്ടാവില്ല റിക്കവറി വാന്. ഇതിനും ഇല്ലടാ അത്. എന്നാ ഒരു ചേസിന് മാത്രമേ ഉള്ളല്ലോ. എന്നാ സാധനം എന്നാ? ഇതിൻ്റെ ഇത് ഊരണം. ഇല്ല അതിനില്ല. ഇല്ല ഇല്ല. അവിടെ ഒരു ചെറിയൊരു സാധനം ഉണ്ട്, അത് മേടിക്കണം കേട്ടോ. ഓർക്കണേ. ഏതാ? ഇവിടെ നമുക്ക് ഇതിൻ്റെ സാധനം ഊരി അതിൻ്റെ അത് വെക്കം. ഓർക്കണേ. ഇതിൻ്റെ പിടിയാ. ഇതങ്ങോട്ട് ഊരി എടുക്കണം. വേറെ അമ്മച്ചി ഇറങ്ങ പെട്ടെന്ന് ചൂടാ ചത്തു പോവും. ഇറങ്ങ. സീറ്റ് ബെൽറ്റ് കുത്താനുള്ള സാധനം മേടിക്കണ്ടേ? അതൊക്കെ ഇവിടെ കിട്ടും, എടുക്കാം. അതൊക്കെ എടുക്കാം. നമുക്കേ ഞങ്ങൾ സാധനങ്ങളുടെ കൊട്ടേഷൻ എടുക്കാണ്ട് വന്നാൽ കേട്ടോ. അത് കൊട്ടേഷൻ എടുക്കണം, എന്നാലും നമുക്ക് ഏകദേശം രൂപം കിട്ടും. ഇത് ഏതാ എങ്ങനെയാണെന്നുള്ളതൊക്കെ. आओ इधर आओ 1 मिनट. मैं अभी कोटेशन लेने के लिए आएगा. मेरे को 2 पंखा चाहिए, एक सब चाहिए, एक 1500 का. 10 इंच वाला. हाँ, और 8 इंच वाला है वो तो. और कितना है? 8 इंच वाला है. 8 इंच वाला. ഞാൻ ഇതിൻ്റെ കൊട്ടേഷൻ ഒന്ന് എടുക്കട്ടെ മൊത്തത്തിൽ, എന്നിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. കുറേ കമ്പനികളുടെ സ്പീക്കർ ഉണ്ട് കേട്ടോ. मैं आएगा. വേണ്ട. ഈ കാണുന്നത് ഫയർഫോഴ്സിൻ്റെ കേട്ടോ. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഇത് ടാറ്റയും റഷ്യയും കൂടി ഇറക്കിയതാണ്. അങ്ങനെ ഇപ്പൊ ടാറ്റ ബൈ ഇവിടെ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. വണ്ടി എടുത്തിട്ട് ഇതിന്റെ ടയറും എനിക്ക് പൈസ കൊടുക്കണം അവിടെ വെള്ളത്തിന്റെ. കയറിപ്പോയല്ലേ? പിന്നെ ഇത് നല്ല കേട്ടോ. ഏതാ? അതിന്റെ സാധനം നല്ല കേട്ടോ. ഗൈസ് അങ്ങനെ ഓരോന്നിപ്പോൾ ഓരോ കളറായില്ലേ. മഴവില്ല് പോലെ കേട്ടോ നമ്മുടെ വണ്ടി. മഴവിൽ വണ്ടി. എല്ലാം ഓരോ എന്താ വരാനില്ലേ? ഇതാ കുറവ്. എല്ലാത്തിനും ഡോറ് വേറെ കളറ്, ബോഡി വേറെ കളറ്, ഇതാ മറ്റേ സാധനം വേറെ കളറ്. അങ്ങനെ ഓരോ കളർ ആയിക്കൊണ്ടിരിക്കുന്നു. അമ്പ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് അടി സെറ്റപ്പ് ചെയ്യാണ്ട്. ഫിറ്റ് ചെയ്തു. ഇല്ല ഫിറ്റ് ചെയ്തിട്ടില്ല. ഞെട്ടിട്ടില്ല. ആണോ? ഞെട്ടിടാണ്ട്. ഇവിടെ ലെവലാക്കാനില്ലടാ. ഒന്ന് അടിച്ച് ലെവലാക്കാനുണ്ട്. ഇതൊന്ന് പാച്ച് ചെയ്ത് ലെവലാക്കി എടുക്കാനുണ്ട്. ഇതാ ഇറങ്ങണം കേട്ടോ. അതാ കിടക്കുന്നു ബോംബേരി കിടത്തും. ഇതെല്ലാം സെറ്റപ്പായി കഴിയുമ്പം ഇതിന് ഷേപ്പ് ഉണ്ടെന്നുള്ളു, പക്ഷെ വൃത്തി കുറവാട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ പൊങ്ങി വരും. ഇതുണ്ടോ? മൊത്തത്തിൽ പൊങ്ങി വരണം. അത് ഞെട്ട് കൊടുക്കണം. ഇവരെ കൊണ്ട് തന്നെ അടിച്ച് ലെവലാക്കണം. പാച്ചറിൻ്റെ അടുത്ത് ഒന്നുകൂടെ കൊണ്ട് കൊടുക്കാം. അതിനാ പാച്ചറിൻ്റെ ഒന്നുകൂടി ഇത് ലെവലാക്കിക്കൊണ്ട് പോവാം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇത് ലെവലാക്കണം. ഒന്നുകൂടെ കൊണ്ട് കൊടുക്കാം. അതെ നല്ല. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ സൗന്ദര്യം കുറവാണ്. ഇതെന്തെടുക്കാൻ കാരണം ഇത് പഴയ വണ്ടിയാണ്. ഇതുണ്ടോ? GSM കൂടുതലായിരിക്കും. GSM കൂടുതൽ. पुराना वाला का GSM ज़्यादा है, नया वाला का GSM कम है ना भैया? GSM mean the thickness. Yeah, correct. Yes. അതുകൊണ്ടാണ് പഴയ വണ്ടികൾ എടുക്കുന്നത്. പഴയ വണ്ടികളുടെ സാധനത്തിന് കട്ടി കൂടുതലായിരിക്കും, പുതിയ വണ്ടി സാധനത്തിന് കട്ടി കുറവായിരിക്കും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിപ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പം എല്ലാ ആർമിയിലെ എല്ലാ കളറും ഇപ്പം നമ്മുടെ വണ്ടി കയറും. ഇത് ഈ സീറ്റ് വേണോടാ. ഇതെന്നാ ഇത് ബേക്ക് എന്നാ ഇത് വേറെ അടിച്ചിടേണ്ടി വരും. ഇപ്പോൾ അല്ല ഇത് പോയതാടാ മൊത്തം. പോയതാ? എന്ത് ചെയ്യാ? അതെടുക്കാം. ഏത്? അവിടെ വേറെ ഒരെണ്ണമുണ്ട്. തൽക്കാലം ഇങ്ങനെ വെച്ചാൽ മതി. നല്ല മറക്കരി. പിന്നെ തക്കാലം ഒന്നും നോക്കണ്ട. നല്ല ഒന്ന് നിലത്തോട്ട് ഇട്ട് വയ്ക്കുക. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് ഓക്കെയാ. അല്ല അതിൻ്റെ മേളിൽ കയറ്റി വൃത്തിയാക്കണ്ട.
ഇതൊക്കെ ഇതൊക്കെ. അപ്പോൾ ഇത് വേറെ എടുക്കാം. ഇത് അതിനെ വെളി തന്നെ വെച്ചാൽ അപ്പുറത്തെ വണ്ടിയിൽ എടുക്കാം അല്ലേ? അപ്പുറത്തെ വണ്ടിയിൽ എടുക്കാം അല്ലേ? അവിടെ വേറെ ഒന്നും കുഴപ്പമില്ല, ഒന്ന് പോയി നോക്കാം. ഇത് പെർഫെക്റ്റ് ആണ്. അടി ദൂരം വാ. ആ ഇത് പെർഫെക്റ്റ് അല്ല. ഇന്ന് ക്യാബിൻ മാറി എല്ലാം റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് ഫിറ്റ് ചെയ്യണ്ട്. ഇലക്ട്രീഷ്യൻ പോയടാ? ഇലക്ട്രീഷ്യൻ പോയി. ഇങ്ങനൊരു മനുഷ്യൻ. അതെ, ഇലക്ട്രീഷ്യൻ്റെ വേറെ കേസുണ്ട്. അവന് വേറെ കടയുണ്ടോ? ഒന്ന് പോകും, അവന് സ്വന്തം കടയുണ്ട്, അതാ പ്രശ്നം. ഈ പൈപ്പാണ് ഞാൻ പറഞ്ഞത്. ഏത് പൈപ്പ്? മറ്റേ പുള്ളി പറഞ്ഞ ബയ്യാനെ കൊണ്ട് പൊക്കിച്ചിട്ട് നോക്കാം. മനസ്സിലായോ? भैया इधर cabin का है प्रॉब्लम, दिस क्या है इधर भैया? यस क्या है ये? हाँ नहीं ऐसा कुछ नहीं है. जब खुला होगा ना उसके बाद ये टाइट हो गया, ऊपर हो गया है ना लूज, हाँ तो अभी इसको बांध के रखा हुआ है क्या आगे बाहर ना आ जाए. उधर एक कंप्लेंट ഇത് വെച്ച് എന്നാ മറ്റേ ക്യാബിന് കംപ്ലൈന്റ് അല്ലേ പൊക്കുന്ന? ജാക്കി. ഇവരല്ല, മറ്റോരാ. ആരാ? അതെ, ये देखो जाकी. ये कौन रेडी करेगा? जाकी क्या चीज? ये वाला. जाकी कंप्लेंट है. मेरे को पता नहीं, ये कौन को बोलेगा ये? चाचा ये जाकी है ना? जाकी बॉडी जाकी. जैक जैक. हाँ बॉडी जाकी तो कंप्लेंट है, देखेगा? जैक तो ठीक है, और क्या क्या किस चीज? नहीं नहीं ये कंप्लेंट है. ओ ठीक है, मैं दूसरा बोलेगा. ये डिस्टर्ब कुछ नहीं करेगा. ये लॉक करेगा चाचा. ये ഇത് ലോക്ക് ചെയ്യണ്ടേ? ആ ലോക്ക് കരേगा? ये हो जाएगा बाद में. ठीक है. വേറെ നോക്കാനുള്ള ഓരോന്നാ ചെയ്യട്ടോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ബേക്ക് വൃത്തിയാക്കാൻ ഒരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ. ഫ്ലാഗ് ഇടാം അല്ലേ? ഒരു അമേരിക്കയുടെ ഫ്ലാഗ് മേടിച്ചിട്ട് ആ ബേക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇവിടെ മാറി നിന്നാ കാര്യം ചിലപ്പോൾ ഇത് ദേഹത്ത് വീഴും. അതാ നല്ല. ടയർ ഇന്ന് നിറയ്ക്കലൊന്നും നടക്കൂല കേട്ടോ. ഇത് കോയിലിനെ വിളിച്ചാൽ ടയർ ഇറക്കാൻ ഇവിടെ ആൾ വരുമെന്ന് ചോദിച്ചു. ഗൈസ് ഈ ടയർ കൊണ്ട് നമ്മൾ പോകുമ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ടയർ. പക്ഷേ ഇത് ഞാൻ ഇന്നലെ ഓൺലൈനിൽ നോക്കാൻ നേരത്തെ ഇത് 35 രൂപ 30 രൂപയ്ക്കും കാണിക്കുന്നുണ്ട്. തുടക്കം സ്റ്റാർട്ടിങ് പൈസ സ്റ്റാർട്ടിങ്. ആ പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ 20,000 രൂപയ്ക്കൊക്കെ എടുക്കുന്ന സമയത്ത് 10 രൂപയും കൂടെ കൂടുതൽ കൊടുത്തിട്ട് പുതിയത് എടുക്കുന്നതല്ലേ നല്ലത്. നമ്മളെന്തായാലും ഇതുകൊണ്ട് നാട്ടിൽ ചെന്നിട്ട് ഈ വണ്ടി അവിടെ ഇട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് വീണ്ടും നമ്മൾ ടയർ കാണിക്കണം, നിങ്ങൾക്ക് അറിയാവും. പിന്നെ അതേപോലെ തന്നെ ഇത് മൊത്തം പെയിൻ്റ് അടിച്ച് നല്ല നമ്പർ 1 ക്ലാസ് ആക്കി എടുക്കണം. അതിന് കൊടുക്കണം. കുറച്ച് പരിപാടികളുണ്ട്, വണ്ടി ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട ഗ്ലാസ് ഇടുന്ന കണാരനെ അവിടെ നിന്ന് പിടിക്കട്ടെ, അവനോട് എന്നാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഗ്ലാസും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞ കേട്ടോ. ഇവിടെ സാധനം വന്നിട്ടില്ല, സാധനം വരട്ടെ കേട്ടോ. സാധനം വന്നിട്ട് ഫിറ്റ് ചെയ്യിക്കാം. സാമാൻ പൂരാ ആകാൻ നെയ്യാനാ ചോദിച്ചു നോക്കട്ടെ കേട്ടോ എന്നാന്ന്. സാധനം മൊത്തം വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഗൈസ് ഞങ്ങളും സർദാർജിയും കുറച്ച് സാധനം ഓർഡർ ചെയ്യണം. അതായത് ഞങ്ങൾക്ക് യൂറോപ്പിൽ കൊണ്ടുപോകാൻ സാധനം വേണം, പിന്നെ ഈ വണ്ടിക്ക് സാധനം വേണം. അപ്പം ഇവിടെ എല്ലാത്തിനും ഇച്ചിരി പൈസ കുറവുണ്ട്. നമ്മുടെ നാട്ടിലേലും എല്ലാത്തിനും 1000-500 വെച്ച് കുറവാണ്. 300 വെച്ച് കുറവ്. 300, 1000 മറ്റേ സാധനം ഇല്ലേ, കുഴപ്പമില്ല. ചെണ്ട നാളെ കേക്ക് ചെണ്ടയില്ല, ചെണ്ടയ്ക്ക് 1500 കുറവ്. പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ സാധനം ഇല്ല മറ്റേ മേലോട്ട് പൊങ്ങിയിരിക്കുന്നത്, അതിന് 500 രൂപ കുറവ്. അങ്ങനെ എല്ലാത്തിനും ഭയങ്കര പൈസ കുറവാണ്. കാരണം ഇവിടുന്ന് നമ്മുടെ ഇവിടെ മേടിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതിനൂടെ 350 രൂപയേ ഉള്ളൂ. നാട്ടിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു 4 മേടിച്ചേക്കാം. ബസ്സിന് വേണം ഒരെണ്ണം വെക്കാല്ലേടാ. ബസ്സിന് വെക്കണ്ട, കണ്ടില്ലേ? അത് മറ്റേ ബോഡി ഉള്ള വണ്ടിയല്ലേ, ഇത് ബോഡി ഇല്ലാത്ത വണ്ടിയല്ലേ. ട്രാവലറിന് 2 വെക്കാം. ട്രാവലറിന് വെക്കാം, 2 വെക്കാം. കിട്ടുമായിരിക്കും കേട്ടോ. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. പിന്നെ ഇതൊക്കെ 1 വർഷം 1.5 വർഷമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞായിട്ട് വേണം എടുക്കാൻ. 50 രൂപയുടെ സാധനമാവും എന്തായാലും. 50,000 രൂപ ആണോ? എന്തായാലും ആവും. ഓർ ഇത് ലൈറ്റ് എത്തുന്ന ഏരിയയിലാട്ടോ. ഇത് നമ്മുടെ ട്രാവലറിന് വേണ്ടിയാണ്, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിക്കുക. ഓക്കെ. ആ ബേക്കിലെ 2 ഇല്ലേ നമ്മുടെ ഏരിയയില്, അതും കളയുക. അത് കളയണ്ട, അത് കൂടാതെ വെക്കാം. കൂടാതെ വെക്കാനാ? അല്ല ഫ്രണ്ടിൽ ഒരെണ്ണം ബേക്കിൽ ഒരെണ്ണം വെക്കാം. ഏറ്റവും ബേക്ക് വെക്കുന്നതാണ് നല്ലത്. ഫ്രണ്ട് വേണ്ടവനെ ഫ്രണ്ട് എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പോലീസ് ലൈറ്റ് ഇല്ലല്ലേ, പോലീസ് വന്നിട്ട് അടിച്ചു തരും. മറ്റേ ലൈറ്റും കൂടെ ബേക്കിലാണ് എന്തെങ്കിലും കാണാനാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഈ കാണുന്നതൊക്കെ നമ്മുടെ സാധനങ്ങളാട്ടോ. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. മൊത്തത്തിൽ നല്ലൊരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു 10,000-30,000-40,000 രൂപയുടെ സാധനം വരും. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും സാധനങ്ങൾ വരാം. പറയുന്നത് ഗ്ലാസ് വന്നാൽ ഇട്ട് തരാം. ഗ്ലാസ് വന്നിട്ടില്ലല്ലോ. ആണോ? ഈ പെട്ടി നിറച്ചും വരും നമ്മുടെ സാധനം. എണ്ണ മാറിയിക്കാതെ എണ്ണ 2 ഇപ്പം എത്രയായി? 2, 4, 6 കറക്റ്റാണ്. ഇതുണ്ട്, ഇതൊക്കെ മൊത്തം സാധനങ്ങളാട്ടോ. ഇതുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ. ഇത് എന്തിയാ മറ്റേ എന്തിയേ?
മറ്റേ പുള്ളി വെച്ചില്ലേ ഇത് തന്നെ 4 എണ്ണം മേടിച്ചു കേട്ടോ. ഇത് തന്നെ 4 എണ്ണം മേടിച്ചു. ഇതിൻ്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് എടുക്കാം അല്ലേ പിന്നെ എവിടെ നീ ഇങ്ങോട്ട് നിൽക്കിയിട്ട് എണ്ണം നോക്ക്. ലാസ്റ്റ് വന്നിട്ട് എണ്ണം മാറിപ്പോയി ലാസ്റ്റ് ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയൂല കേട്ടോ. എത്രയുണ്ട് ഇപ്പം? 1 2 3 4 8 8 10 10ആയോ? ഇപ്പം 10 എണ്ണമായി. 8 10 എണ്ണം. 10ഉം ആൻറ്റിന മാങ്ങ തേങ്ങ എല്ലാം മേടിച്ചു കേട്ടോ. കളർ ആൻറ്റിനയും 15 15ആയില്ലേ? ആ 15 15ഉം നോക്കണം. നീ ഒന്ന് തോണ്ട ലാസ്റ്റ് നീ വെച്ചല്ലേന്ന് പറയും. 4 4 8 4 12 15 എണ്ണം. ഇനി 5 എണ്ണം കൂടെ കാണും അല്ലേ? ആ കറക്റ്റ് 5 എണ്ണം ഉണ്ട്. കറക്റ്റ് 20 പീസ് 20 പീസ് വെച്ചു. ഇതിനിവിടെ 1300 രൂപയേ ഉള്ളൂ ഒറിജിനലിന്. സെയിം സാധനം നമ്മുടെ ബസ് വെച്ചാ. പിന്നെ അതേപോലെ തന്നെ ഇത് 850 രൂപയ്ക്ക് ബ്ലൂടൂത്ത് വിത്ത് USB പിന്നെ C എല്ലാം കൂടെ ഉള്ള സാധനം. അതേപോലെ ഇത് മേടിച്ചോട്ടെ. ഇതിന് 1600 രൂപയാണ് 6 എണ്ണത്തിന്. നമ്മുടെ വണ്ടിക്ക് വെട്ടം 1500 നീ ആയിട്ട് കൂട്ടി പറയല്ലേ? 1500 ഇതാക്കുമ്പോ ഇതുണ്ട് 1500 രൂപ. ഇത് കൂട്ട് 4 എണ്ണം മേടിച്ചു. ഇതിനും നമ്മുടെ അവിടുത്തെ വണ്ടിയും കൂടിയാണ്. പിന്നെ നിങ്ങൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ താഴെയിടല്ലേ? ഇത് പല കളറിൽ കത്തുന്ന ആൻറ്റിന കേട്ടോ. ആൻറ്റിന അത് 1800 രൂപയ്ക്ക് വന്നു. നാട്ടിലത് 2500 രൂപ 2500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നെ ഇത് വണ്ടി ചാർജ് ചെയ്യുന്ന സാധനങ്ങൾ പുള്ളി അത് 4 എണ്ണം. പിന്നെ അതേപോലെ ഇത് കണ്ടോ, ഇത് ഇത് കണ്ടോ 1200 അല്ലേ പറഞ്ഞേ? 1200 അത്ര അങ്ങനെ പറഞ്ഞത്. ഇത് മറ്റേ ഡാഷ് ക്യാമറ. പിന്നെ ഇത് 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. പണ്ട് പോലെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ സാമാൻ ഇതറിയോ? ഇത് ഇതിൻ്റെ അകത്തുള്ള കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരൻ ദോയന എല്ലാ പൈസയൊന്നും മേടിക്കുന്നില്ല കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ പങ്ക ദേ ഇത് ഞങ്ങൾ വെക്കുന്നില്ല പാകിസ്ഥാനി. ഇത് ഞങ്ങൾ വെക്കുന്നില്ല, വെറുതെ ഇവിടെ അറ്റത്ത് വെച്ചതേ ഉള്ളൂ. നമുക്ക് ഈ വണ്ടി ഉണ്ടല്ലോ അല്ലേ? വെക്കുന്നില്ല. ഇത് പാകിസ്ഥാനി പോലെ രാജസ്ഥാനി പോലെ ഭയ്യ ജോധ്പൂർ അങ്ങനെ എന്തെങ്കിലും പറയുന്നത്. രാജസ്ഥാനിയാ? ഇന്ന് മഴ പെയ്യും ഉറപ്പാ. इसमें कितना कलर आएगा? एक कलर में नहीं मिलेगा. पक्का कॉलोनी है ना. അത് വേണ്ട. चलाओ रात को पार्किंग पे छोड़ोगे ना तो 1 लाख लाइट. അത് വേണ്ട. भैया मेरे को प्लेन चाहिए वाला. नहीं चाहिए ये वाला वाइट वाला चाहिए. 2 प्योर वाइट. बड़े वाला होगा आप बोल दो नहीं चाहिए तो छोटा वाला है. इससे छोटा होगा उसकी लाइट नहीं होगी फिर आपको परेशानी. അത് കോളനി വെച്ച് കഴിഞ്ഞാൽ ये वाला नहीं कैंसिल करना. ए मेरे को इतना पसंद नहीं है. അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റി വെക്കും, അല്ലാതെ തന്നെ കയറി വരും. പിന്നെ പങ്കയുണ്ട്. ഫ്ലാഗ് ആ പെട്ടി മൊത്തം വരും. ഫ്ലാഗ് അമേരിക്കൻ ഫ്ലാഗ് അത് വെച്ചു. സാധനങ്ങൾ ഇനി കിട്ടാണ്ട്. പിന്നെ ഇത് മേടിച്ചില്ലേ കുറച്ച്? ഏതാ? ഇവിടെ 50 രൂപ 30 രൂപയൊക്കെ ഉള്ളു. 50 രൂപ 30 രൂപ. അത് അവരെന്നെ എടുത്തു വെച്ചോട്ടെ, മാറണ്ട. അടുത്ത് ലാസ്റ്റ് എത്രയാണോ ഉള്ളത് എണ്ണി നോക്കണേ. മൊബൈൽ ചാർജർ അടിപൊളി സാധനം എന്ന് പറഞ്ഞു. ഏക് ബാർ ദേഖേഗാ. അത് ഞാൻ കാണിച്ചു തരട്ടെ. ഇതിൻ്റെ പ്രത്യേകത 100 വാട്ട്സ് ആണ്. ഇത് കണ്ടോ. പിന്നെ 2 USB പോവും. പിന്നെ നമ്മുടെ ചാർജർ കുത്താം. ഇത് കണ്ടോ, അതിൻ്റെ പിറ്റ് ചെയ്യുന്ന സാധനം. ഇത് നമുക്ക് ചാർജർ കുത്താം. പിന്നെ 24 വാട്ട്സ് ആണ്. ഫാൻ. പിന്നെ 2 ഫാന് 24 ഫാൻ റക്കേഗാ. അടിച്ചില്ലേ? ഫാൻ. പിന്നെ SSLG की लाइट 6 लेजर 4 4 എണ്ണം. അത് 6 ലേസറിന്റെ 4 എണ്ണം. ഇതാ ഞാൻ എന്നോട് മേടിക്കാന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇത് 2 എണ്ണം യൂറോപ്പിനും 2 എണ്ണം ഇവിടത്തേക്കും. അതായത് നമ്മുടെക്ക് ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഇത് കട്ട് ചെയ്തിട്ടില്ലേ, ബമ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. മനസ്സിലായോ? ഇത് കണ്ടോ, ഇത് ഫോണിന്റെ അവിടെ തന്നെ നോക്ക്, മാറിപ്പോഴും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ. പിന്നെ ഈ 2 സാധനം കൂടെ ഉള്ളു. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതിലെ ലൈറ്റ് മാത്രം കിട്ടിയില്ലോടാ. ഇത് ഡൽഹി പോയാൽ മതി. 3 कलर 2 कलर 2 पीस. भैया इसमें 15 वोल्ट नहीं मिलेगा. ओ लाइट में 15 नहीं मिलेगा. ये वाला नहीं मिलेगा. आप बोले ना ये वाला 15 तो है लाला जी. ये वाला ये 15 तो है. आपको चाहिए 24? हाँ तो 30 नहीं 24 में है. 24 में शाम तक आएगा. हाँ अभी जो है 15 में है.
15 जो है ना 24 में भी नहीं चलेगा, 12 में। इस मैं पूछेगा ये वाला मिलेगा? हाँ वो मिलेगा। ये नहीं, शाम को आने के लिए कौन सा है? मल्टी हाँ मल्टी। ग्रीन हाँ मल्टी कितना वोल्ट है? 24 कॉमन, कॉमन है। 12-24 कॉमन। हाँ वो 8 दे दो, राइट करो। कॉमन है ना 8 दे दो। हाँ जी, എത്രയാ? 250 रुपये जोड़ा भी। ए कॉमन है ना 8 दे दो। वो कितना बोलेगा आप? 3? जो भी बिल आएगा उस पर 5%। बिल आपको ऐसे दिखाऊंगा, उस पर 5 ट्रांसपोर्ट का खर्चा निकाल के 5%। ठीक है, वो चाहिए मेरे को। राइट करो भैया, राइट करो। ക്യാമറ ഡാഷ് ക്യാം. ഡാഷ് ക്യാം എടുത്തു. എന്തായാലും വേണോടാ. ഏതാ? ആ ഡാഷ് ക്യാമറ വലിയ പൈസ ആകുന്നില്ല, വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരു നിഴല് പോകുന്നൊക്കെ കാണാം അല്ലടാ ലിപിനെ? അതെ, അതേപോലെ ഒരെണ്ണം. 50 फ्लैग 6 पीस। भैया स्टीयरिंग का नॉब यार जहाँ भैया नॉब है, अच्छा वाला नॉब है, आएगा शाम? मेरे को चाहिए। 3 किस्म की आएगी, एक प्योर डायमंड में, हाँ एक नॉर्मल, हाँ। एक आएगी तो बड़ा वाला बड़ा वाला मिलेगा? बड़ा वाला टाइप वो तो लीवर का होता है, गियर हाँ हाँ हाँ। वो तो मिलेगा किधर इधर ही पड़ा। देखो। हाँ एड़ा इधाയിരിക്കുന്നു പണ്ടാരം। क्या यार, देखा नहीं है ना? देखा नहीं है, इसमें बड़ा मिलेगा? ये छोटा है, इसमें एक लंबा आता है। हाँ लंबा मिलेगा। लंबा लंबा दे दो। शाम को मिलेगा? मिलेगा हाँ, ये चाहिए ये चाहिए ये चाहिए, बड़ा वाला चाहिए? बड़ा वाला चाहिए। कलर होंगे वाइट, കളർ പ്രോബ്ലം मेरे को बड़ा ബഡാ चाहिए. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആശാന്റെ അടുത്ത് ഇല്ലാത്ത സാധനം ഒന്നുമില്ല കേട്ടോ. ആശാന്റെ നമ്പർ വേണേ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ, ഭയങ്കര ചീപ്പ് പ്രൈസ് ആണ്. ഇതുണ്ടോ, ഇതൊക്കെ A to Z. ഇത് നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ, വെക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര പൈസ കുറവാണ്. എൻ്റെ ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ ഇതുണ്ടോ ഭയങ്കര പൈസ കുറവാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കൊറിയർ അയച്ചു മേടിച്ച ഒരു 500 രൂപ കൂട്ടിക്കോ. എന്നാലും നിങ്ങൾക്ക് ഒരു കൂടുതൽ സാധനം മേടിക്കാം. കൂടുതൽ സാധനം മേടിച്ചാൽ 6000-5000 രൂപയുടെ കുറവ് കിട്ടും അല്ലടാ? പുള്ളിക്കാരൻ നല്ല രീതിയിൽ കുറച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ബില്ലിങ്ങും കൂടെ നോക്കിയാൽ മതി. അതെ, ഇത് രണ്ടെണ്ണം എഴുതിയിട്ടില്ലല്ലോ. ഇല്ല ഏതോന്ന് मोबाइल स्टैंड മൊബൈൽ സ്റ്റാൻഡ് ഒക്കെ ഓക്കെ. और इसमें आ गया जी आपका കുറേ സാധനം പഠിച്ചു. ഇതെന്നെ സാധനം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത് ഡിബി USB ഇത് കണ്ടോ, ഇത് പല കളർ കത്തുന്ന ആന്റിനയാണിത്. ആന്റിന, നമ്മുടെ കളർ എത്തുന്ന ആന്റിന. പിന്നെ ഇതെന്നാന്നറിയാവോ, ഇതൊരു പ്രത്യേകതരം സാധനം. ഇതിൻ്റെ അകത്ത് കണ്ണ്, പിന്നെ ബ്രേക്ക്, ഇൻഡിക്കേറ്റർ എല്ലാം കൂടെ കത്തുന്ന 350 രൂപ ഉള്ളു കേട്ടോ. പുറത്ത് പറയാതിരിക്കാം. അടിപൊളി സാധനം കേട്ടോ ഇത്. ഇതിന് ഞാൻ 2500 നിങ്ങൾ ചോദിച്ചും പറഞ്ഞു. ഇത് കൊറിയർ അയച്ചാൽ തന്നെ ഇവിടെ ലാഭമാ അല്ലേ? मैं भैया जी, सरताज जी, ये वीडियो में आपका नंबर डालेगा. ओके ഇതർ കറോ ഇതർ ബി നാട്ടിൽ 2500 പറഞ്ഞു, ഇവിടെ 1800 രൂപ ഉള്ളു കേട്ടോ. ഇത് കണ്ടോ, विद USB। USB. आप इन्हीं सामान है ना कोरियर करेगा? केरला में कोरियर करेगा. आपका नंबर में दिएगा, वीडियो में नंबर डालेगा. ओके, बट मेरा नंबर दूसरा हमें क्या नहीं दिएगा. അല്ലേ സാധനമായി. എനിപ്പോൾ പുള്ളിക്കാരനെ സെറ്റാക്കി തരും. നല്ല മഴ പെയ്യാൻ പോകട്ടോ. ഇതാട്ടോ പുള്ളിക്കാരൻ്റെ നമ്പർ. ആ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഈ പറയുന്ന മനുഷ്യനാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മേടിക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം മേടിക്കുക. പിന്നെ അതുപോലെ ഇനി മാറ്റി മേടിക്കാണ്ട്, മാറ്റി മേടിക്കാണ്ട് പിന്നെ കുറച്ച് സാധനം കൊണ്ട് ഇനി വരാണ്ട്. പിന്നെ ഇത് നമ്മുടെയാണ്. പിന്നെ അത് വാല വാല ഇന്ന് പർച്ചേസ് ദിവസമായിരുന്നു. 40,000-40,000 രൂപ പോകും ഉറപ്പാ. ഓ ബാരിഷ് ആയേക്കാനാ ആജ് കാറ്റ് നോക്കിയേ, എന്താ പൊടിക്കാറ്റ്. ഇത് പിന്നെ പുള്ളി പറയുന്നത് ഇതാണ് നല്ലത്. എനിക്ക് 3500 രൂപയ്ക്ക് തന്നെ കേട്ടോ. നാട്ടിലൊന്നും ഈ പൈസ കിട്ടൂല. 10 ഇഞ്ച് ഇൻബിൽട്ട് ആമ്പ് 6000 രൂപയെങ്കിലും നാട്ടിൽ കൊടുക്കണം ഏറ്റവും കുറഞ്ഞത്. 10 ഇഞ്ച് ഇൻബിൽട്ട് ആമ്പ് സാധനം എനിക്ക് പുള്ളിക്കാരൻ ഈ പൈസയ്ക്ക് തന്നെ അത്യാവശ്യം നമ്മുടെ വണ്ടിക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിന് വേണ്ടിയല്ല കേട്ടോ, ഇതെല്ലാം ഓമിനിക്ക് കയറ്റാനാണ്. ഇതിന് വലിയ വോക്കലും അതുകൊണ്ട് നമ്മൾ വലിയ പൈസയുടെ പണി ചെയ്യുന്ന ഇതിന് വേണ്ടി. അത് തന്നെ 1 ഇയർ ഗ്യാരണ്ടി ആമ്പ്. അതുണ്ട് വിത്ത് ആമ്പ്. വിത്ത് ആമ്പ് എല്ലാം ഉണ്ടോ. സസ്തായി ഇത് നമ്മുടെ ഓമിനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഇതെടുത്ത് നമ്മൾ ഓമിനിലേക്ക് ഇപ്പോൾ തൽക്കാലം പാട്ട് കേട്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. മഴയായി, നല്ല മഴയായി കേട്ടോ. സാധനം റെഡി. അടിപൊളി. ഓ പ്ലസ് AV ആമ്പ് കിറ്റ് ഉണ്ട്. ആമ്പ് കിറ്റ് 3000 സംതിങ് രൂപയ്ക്ക് इसके साथ आएगा ആമ്പ് കിറ്റ് വരെ കിട്ടും. पर मैं दूंगा आपको। നമുക്കായതുകൊണ്ട് നേരത്തെ തരാന്ന്. ഗൈസ് വിത്ത് ആമ്പ് കിറ്റ് വരെ ഉണ്ട്.
അല്ല എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ലാഭമാണ്. നിങ്ങൾ പുള്ളിനെ വിളിച്ചോ. ഞങ്ങള് ഇന്നലെ ജയ്ക്കോ പോയിട്ട് ഒരു നമ്മുടെ സ്റ്റാലിൻ്റെ മിറർ മേടിച്ചത് ഇവിടുന്ന് മേടിച്ച് വെറും 100 രൂപയ്ക്ക്. ജയ്ക്കോയിൽ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു 240 രൂപ. ഓ मैं वेले ना इधर में मिरर परचेस करेगा 100 रुपीस, जैको वो जाएगा ना 220 रुपीस. डिफरेंट है, सेम सामान है. सही में ओ आमी मेरे का बोले अच्छा क्वालिटी है, अच्छा नहीं है. सही में सामान सही में. ഗൈസ് ഇത് കണ്ടോ, നല്ല മഴ പെയ്തു. ഇന്നത്തെ പരിപാടി എല്ലാം പാളി. എന്ത് ചെയ്യും ഇവിടെ ലിപിയ? നെയ്യാൻ അവരെ ഉള്ളിൽ നമ്മള് ഷെഡിലല്ലേ വണ്ടി കിടക്കുന്ന പ്രശ്നമില്ല. പണിയാ ഷെഡിലല്ലേ. മഴ കാരണം ഞാൻ പറഞ്ഞ മൊത്തം പെയ്തി പൊടി मौसम भी दिखाओ गाइस. അച്ഛാ, അതായത് ഇന്നത്തെ കാലാവസ്ഥ പാളി കേട്ടോ മൊത്തത്തിൽ. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. മൊത്തം ബാരിഷ് പെയ്യട്ടെ, പെയ്ത പൊടിയൊക്കെ നശിക്കട്ടെ. ഇവിടെ മഴ എപ്പോഴും വരുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വരുവുള്ളൂ. आना का टाइम ज्यादा आएगा भैया, बारिश आने का टाइम ज्यादा बारिश है. നല്ലൊരു പൈസ കിട്ടി കേട്ടോ. ഇതിന്റെ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ തന്നെ അറിയാലോ എത്ര കിട്ടി. നല്ല റേറ്റിന്, നല്ല റേറ്റിന് കിട്ടിയതാ. കിറ്റടക്കം കിട്ടിയ കിറ്റടക്കം കിട്ടിയത്. വലിയ കുഴപ്പമില്ലാത്ത പൈസ കിട്ടിയ എല്ലാ സാധനം. ഞങ്ങൾ 10 ദിവസമായി പറയുന്നു ഞങ്ങൾ ഇന്നെടുക്കാൻ. വിശ്വാസമൊന്നുമില്ല നമ്മളെ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നു വാലിപ്പിള്ളേര് വെറുതെ എല്ലാ ദിവസം വില ചോദിക്കും പോവും, വില ചോദിക്കും പോവും, അങ്ങനെ എടുത്താ കേട്ടോ. അത് കഴിഞ്ഞ അടുത്ത എന്ത് സാധനം, ഇതൊക്കെ നമ്മുടെ വണ്ടിനകത്ത് നിറയ്ക്കാനുള്ള സാധനങ്ങൾ കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഇത് വേറെ മേടിക്കാണ്ട് കുറെ സാധനം അല്ലേ. നമ്മളൊരു കുത്തപ്പിനാറാക്കും മേടിക്കാണ്ടോ ഇനി മറ്റേ വണ്ടിക്ക് വേണ്ടി മേടിക്കണ്ടേ. ഇത് പകുതി ട്രാവലിനൊക്കെ ആയിട്ട് മേടിച്ച കേട്ടോ. 4800 വാട്ട്സ് ആണോടാ. ആ നോക്കിയേ, ഇതെവിടെയാണോ അതൊന്നും എഴുതിയിട്ടൊന്നുമില്ല. എവിടെ 3500 4000 ആ ഒരു ഓൺലൈൻ പ്രൈസ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് എത്ര വാട്ട്സ്? ഇത് 5200 വാട്ട്സ് ഉണ്ടല്ലേ, കൂടുതലാ. അന്ന് പുള്ളിക്കാരനെ കാണിക്കണ്ട, പുള്ളിക്കാരൻ സങ്കടം വരും. इंग्लिश तो मेरे को आती नहीं है. हिंदी में बोलो. ओ ब्रिटेन का मैं साफ करेगा. इसको धोने के बाद ये लगेगा गाड़ी पे. अच्छा, पीछे वाला है ना. ठीक है. പുള്ളിക്കാരൻ തന്നാണ്, കഴുകി എടുത്തോളാൻ പറഞ്ഞു അല്ലേ. മാറ്റി വേണം മറ്റേ ഇതിന് മേലിടാൻ. മാറ്റി വേണം भैया एक माच चाहिए. जब मेरी तरफ से भाई को गिफ्ट. താങ്ക് യു. പുള്ളി അത്യാവശ്യം കുറച്ച് തന്നെ കേട്ടോ, പാവ മനുഷ്യൻ. വലിയ അങ്ങോട്ട് നമ്മൾ അറുത്ത് ഒറ്റ ഇലക്ട്രീഷ്യനോട് ചോദിച്ചാൽ ഇവിടുന്ന് മേടിക്കരുതെന്ന് പറയുള്ളൂ. കാരണം ഇലക്ട്രീഷ്യന്മാർക്കെല്ലാം मैं बोला है ना आप है ना दूसरा आमी के कमीशन नहीं दिएगा, डायरेक्ट अच्छा प्राइस में दिएगा. मैं बोलेगा दूसरा आदमी बोलेगा उधर जाओ इधर जाओ बोलेगा. ഇത് പത്താംകോട്ടില് जगह का नाम भाई जी, ये जो प्यार है ना, प्यार हाँ, ये जो आप दे रहे हो मेरे को ले रहे ये जगह का नाम क्या है? इसका नाम है पठानकोट सरना. സർണ. സർന കോഹ്ലിക്ക ഫ്രണ്ട് സൈഡ്. കോഹ്ലിയുടെ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. കേരളത്തിൽ നിന്നൊക്കെ വണ്ടി മേടിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ സാധനം മേടിച്ചത് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവി മേ कौन सा കളർ മിലേगा ये देखो मैं कट करेगा. അത് നമുക്ക് ഇത് പോലെയാണോ ലിബിനെ, നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഈ എന്റെ പ്രാർത്ഥന കേട്ടോ. മഴ നന്നായിട്ട് പെയ്തു എൻ്റെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, സന്തോഷം. ഞങ്ങൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടായിരുന്നു, രക്ഷയില്ലായിരുന്നു അല്ലേ. ഈ കൂളർ വേണോ? 24 കൂളർ ഫാനേക്കാളും നല്ല ഇതായിരിക്കും. भैया ये कूलर का कितना पैसा है? 2400. हाँ 2400. ആ 2400 വേണ്ട, നമുക്ക് പങ്ക് പോരടാ. പിന്നെ ഒന്നും ഇല്ലാതിരിക്കുന്നതല്ല. നമ്മൾ പെട്ടെന്ന് എണീക്കും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാം AC മേടിക്കാത്ത. AC മേടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടല്ല, എന്താ കാരണം വേണോ? അതൊക്കെ ആവൂടാ. ഞാൻ എന്തുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തതുകൊണ്ടല്ല AC വെക്കാത്ത. രാവിലെ നന്നായിട്ട് രാവിലെ എണീക്കാം, വീഡിയോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് AC നോക്കാൻ നോക്കുന്നുണ്ട്. ഓ കാറ്റും മഴയും നിൽക്കൂല. പാമ്പ് ഇടിവാളൊക്കെ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ കുറേ സാധനം നനഞ്ഞു പോലോ. ആ സ്പീക്കറൊക്കെ എല്ലാം എല്ലാം കയറ്റുമ്പോൾ. ഓ എന്താ മഴ. എൻ്റെ എയറോൺ എന്താ മഴ. എബി ഞങ്ങൾ നനഞ്ഞു കുളിച്ചു, പുള്ളി നനഞ്ഞതാ. ഇമ്മാതിരി മഴ. നല്ല കാലൊക്കെ അങ്ങോട്ട് വൃത്തിയാട്ടോ ഗൈസ്. 3/4 മണിക്കൂർ നിന്ന് പെയ്തു കേട്ടോ, അല്ലേ ലിബി? ഒരു രക്ഷയില്ലാതെ പിടിയും പെട്ടി, നല്ല വെയ്ത്ത് പെയ്തു. അമ്പോ ഇതെന്തൊരു വെയ്ത്തോടാ ലിബി. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ സാധനം മേടിച്ചു. വിലക്കുറവ് 26,000 രൂപയ്ക്ക് നമുക്ക് ഇത്ര സാധനം കിട്ടി. മൊത്തം സാധനം
കുഴപ്പമില്ല കുഴപ്പമില്ല. നല്ല നമുക്ക് ഇനി പോയി വരും ബാക്കി സാധനങ്ങൾ ഇനി കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് मेरे को व्हील कप देखेगा और लाइट है और फ्लैप है और मैट है अभी इधर रखेगा मैं अंदर जाएगा ഓക്കെ. अभी क्लोज करेगा 3 बजे का क्या है ഇല്ലില്ല. മേ ബി ആയി Guys, ഭയങ്കര മഴയാണ് കേട്ടോ. തോട്ട പൂച്ചോ പയ്യ. ലിവിന മെക്കാനിക് തോട്ട പൂച്ച. എന്നാ ഏ എന്നാ അത് തുറന്നതാ. മെക്കാനിക്കിനെ ഒന്ന് ചോദിക്കാൻ എത്ര പൈസ എന്നുള്ളത് പൈസ ആയില്ല കേട്ടോ. സാധാരണ നമ്മൾ ഇത് മേടിക്കാൻ വലിയ പണ്ട് ഡെക്കാത്തലൊക്കെ കാണുമ്പോൾ ഇതേപോലെ ബില്ല് വന്നു. അല്ലേ പിന്നെ ഞാൻ ഒരു കേസ് പറയട്ടെ. ആ നാട്ടിൽ ആ സ്റ്റാർ ലൈറ്റിന് മേടിക്കുന്ന 600 രൂപയാ. ആ സാധനം നമുക്ക് കിട്ടും ഒരു 250 രൂപ. വണ്ടി വന്നടാ. ഇതെന്നെ സംഭവം എന്താണ് എന്നെ സംഭവം എന്താണ്? എനിക്കൊരു പിടുത്തം. സാധനം കയറ്റാൻ വേണ്ടി വന്നായിരിക്കും. ആയിരിക്കും ഉള്ളിലേക്ക് സാധനം കയറ്റാൻ വേണ്ടി ലോഡ് എടുക്കാൻ വേണ്ടി വന്നായിരിക്കും കേട്ടോ. നമ്മുടെ എന്തായോ എന്തോ ദൈവത്തിനറിയാം. ഒന്നും ഗൈസ്. ജനറേറ്ററൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എവിനെ ജനറേറ്ററൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ട ലാഭം. അതെ അതെ ലിവിനെ നമ്മുടെ 2 ഗാർഡ് ഫിറ്റ് ചെയ്തു. ലിവിനെ ഗാർഡ് 2 ഫിറ്റ് ചെയ്തു. വേറെ ചെയ്തില്ലല്ലോ. വേറെ സീറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാച്ചാ ഉദർ ബാരിഷാനാ ഉദറായി ഗൈസ്. ഇത് ഇനിയും ഫിറ്റ് ചെയ്യണ്ട. ഇതിപ്പോ തൽക്കാലം ഇതന്നെ വെക്കട്ടല്ല കേട്ടോ ലിവിനെ. അതിനെ വെക്കട്ടെ, നമുക്ക് മാറ്റി അടിപ്പിക്കാം അല്ലേ. പുറം നല്ലതല്ലേ, കാണാൻ നല്ലത്, അകം പൊള്ള. ഇതേതാ? പെഹലെ വാല. അതെ ലൈലാൻഡിന്റെ മറ്റേ ഇതുണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഒറിജിനല് അല്ലല്ല, ഇത് ഫീസിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇതെന്താ ലൈലാൻഡിന്റെ? അതങ്ങ് ഊരിയെടുക്ക്, പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ വണ്ടിയുടെ എല്ലാ സമ്പത്തിനെ കുറിച്ച് ഇവിടെ ഉണ്ട്. भैया चाचा ये 2 पीस है ना, ये 2 पीस मेरे को चाहिए. 4 ले जाओ. नहीं ये पीस ये 2. नहीं 2 नहीं मिलेगा, 4 मिलेगा 4. ओनली 4 पीस. ये नहीं है 2 पीस. ये नहीं है ये वाला ओ ये वाला. ठीक है കണ്ട ഇപ്പൊ സ്റ്റെപ്പ് ഒക്കെ ശരിയായിട്ടോ. ये मेरे को दिएगा टूल बॉक्स. അതവരെ ടൂൾ ബോക്സ്. എല്ലാം നമ്മൾ വൃത്തിയാക്കിയതാട്ടെ. ഇനി സീറ്റ് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ശരിയായിട്ടാ, അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയ അടി വരുന്നേ. ഏതാ അത്? അവരാക്കുന്ന എവിടെ? ഉള്ളിൽ അവര് സ്പാൻഡർ ആക്കുന്ന. അല്ലല്ല, ഇവിടെ നെറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇല്ല, അത് നോക്കണേ. എന്താ? ഇല്ലല്ലോ. ഇല്ല, നെറ്റ് ടൈറ്റ് ആക്കണം. ഇവിടെ നെറ്റ് ടൈറ്റ് ആക്കാണ്ട് ഉറക്കണേടാ. എല്ലാം കൂടെ ഊരി താഴെ കിടക്കും. ഈ നെറ്റ് ടൈറ്റ് ആക്കാണ്ട് 10 ഇപ്പം തന്നെ ടൈറ്റ് ആക്കാം. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇത് ശരിയായിട്ട് ലാസ്റ്റ് അവിടെ ഒരു പിടുത്തമില്ലേ? ആ സാധനം ഇല്ലേ? ഏതാ? അവിടെ ഒരു പിടുത്തം. അത് ഊരണം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടുത്തെ സെറ്റായെന്ന് തോന്നുന്നു. ഇവിടുത്തെ സെറ്റായി. കുറച്ച് അലോയ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്, കുഴപ്പമില്ല. ഇതുണ്ടോ, കുറച്ച് അലോയ്മെൻ്റ് സംഭവമൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാം നമുക്ക്. കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ആജ് ക്യാ ഹൈ? ആജ് നെയ് ഹൈ നാ? आज इधर चलता है क्या है? वो गाड़ी देखने जाता है, गाड़ी का फॉर्मेलिटी देना होता मालिक को. किधर का? डिपो का, आर्मी डिपो में. ओ अच्छा, आज किधर जाएगा? अभी होके आया. किधर जाएगा? अब किधर ही रहेगा भैया. आज डिपो कौन सा डिपो में जाएगा? होके आ गया कंदरौली डिपो से. अच्छा, कब आएगा दूसरा गाड़ी? मेरे ख्याल में 15 दिन महीना लग जाता है. 15 दिन या महीना. गाड़ी आएगा 15 दिन ऑप्शन होगा. ऑप्शन देखा है भाई, देखा है. गाड़ी अच्छा है अच्छा है. गाड़ी है. और टॉप का बिल्कुल फ्रंट शीशा, हर चीज ओके. सिर्फ 4x4 कंडम, मेन कंडम. ഗൈസ്, ഇതാ പുതിയ വണ്ടി വരുന്നു. എന്നെ എടുക്കാനാ? സാധനത്തിൽ എടുക്കാനായിരിക്കും. എന്തെങ്കിലും ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. പൊക്കം ഉള്ള സാധനമല്ല. ഇതിനങ്ങനെ ഓട്ടം കിട്ടൂല. അതിന് ഭയങ്കര പൈസയാവാ ഓടുന്നതിന്. ഈ വണ്ടിയല്ലേ? ആ, അതായത് ഹെവി സാധനങ്ങളെ, അതായത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കറണ്ട് എത്തുന്ന ഒരു സാധനം തന്നെ, മറ്റേ സാധനം ട്രാൻസ്ഫോമർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ. ഇതിപ്പോൾ സൈഡ് കൊണ്ടുവന്നു തോന്നുന്നു ടാറ്റൻ്റെ. നിങ്ങൾ 10-ാം കൂട്ടിൽ നിങ്ങൾ വണ്ടി പരിപാടിക്ക് ഇറങ്ങുന്നുണ്ടോ, തമ്മിപ്പേദം തൊമ്മൻ ഈ പുള്ളി തന്നെയാണ്. ഇച്ചിരി മനസ്താക്ഷിയും ഇതൊക്കെ ഉള്ള ഇവർ തന്നെയാണ്. ബാക്കി ഒരിടത്ത് നിങ്ങൾ ഒരു പരിപാടി ചെയ്യുന്ന ഞാൻ 10-ാം കൂട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പണ്ട് മുതൽ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങൾ എന്ത് സാധനം മേടിക്കണം കോഹ്ലി എടുത്തും മേടിക്കുക. ബാക്കിയുള്ള എല്ലാ കള്ളന്മാരാണ്. ആകെ പറയുന്ന പിന്നെ പറയൂല, പിന്നെ പറയുന്ന പിന്നെ ഇവനാണ് നിങ്ങൾക്ക് തമ്മിപ്പേദം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഊരിക്കൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ പൈസ 3/4 കൊടുത്തു. ഇനി ലാസ്റ്റ് പണി തീർന്ന് ഇനി കൊടുക്കാനുള്ളൂ കേട്ടോ. ഒരു 1,42,000 കൂടി ഇനി കൊടുക്കാനുള്ളൂ അല്ലേടാ ലിവിനെ? അത്രേ ഉള്ളൂ. ആ ഗ്രില്ലും ആ മേലത്തെ സാധനം കെട്ടിക്കഴിഞ്ഞാൽ സംഭവം. മേലത്തെ സാധനം ഇതിൻ്റെ ആണോ അതിൻ്റെ ആണോ? ഇത് പോരെ, ഇതെല്ലാം നമ്മൾ ഉറപ്പിച്ചേ. അപ്പോൾ അത് ഊരി വെച്ചേക്കുന്നവർ ഏത്? അത് कौन सा चाचा? ये ऊपर वाला ये चाहिए. नहीं, ऊपर वाला आप
അതാ നീ പറഞ്ഞത്. അതാ നീ പറഞ്ഞേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അന്നിപ്പോ മറ്റേ അതെന്നാ പറഞ്ഞേ? നീ താഴത്തെയാ പറഞ്ഞേ. അത് വേണം പറഞ്ഞ അവരോട് പറയണത്. അത് വേണമെന്ന് പറയാ. വേമ്പ ഇതല്ല ആ ഈ വണ്ടി. ഏത് വണ്ടി ഇടിയാ? ഏത് വണ്ടി ഇടിയാ? ഇതിന്റെ ഇതിന്റെ അല്ല. അല്ല, വേറെ കൊണ്ട് ഫിറ്റ് ചെയ്തത്. അതെ അതെ, ഇത് അവിടെ ഇരുന്ന് നമുക്ക് തരാന്ന് പറഞ്ഞത്. ഇത് വേണ്ട. ഇത് തിരിച്ചവിടെ തന്നെ കൊണ്ട് കൊടുത്തേക്കാം. എൻ്റെ അമ്മ, ഇതിന് ചെറിയ ബെൻഡേ ഉള്ളൂ കേട്ടോ. അത് നല്ല സാധനം. ഏത്? അത് ഇതിന് ഈ ഒരു സൈഡിലൊരു ചെറിയ ബെൻഡേ ഉള്ളൂ. അതിനെന്തൊരു ബെൻഡ് ഉണ്ടെന്ന് നോക്കിയേ. നോക്കട്ടെ. അതിപ്പോ ഊരി പോന്നു. നോക്കേ, അവിടെ തന്നെ നമുക്ക് ഊരി എടുക്കാന്നേ ഉള്ളൂ. നോക്കി. ഇതിന്റെ മേലത്തെ ഗ്രില്ലൊക്കെ നമുക്ക് ഊരി എടുക്കാന്നേ ഉള്ളൂ. മാറി വെക്കടാ മുണ്ടക്കൽ ശേഖര. ഏതാ? ഇതല്ലേ നല്ല? അതല്ലേ നല്ല അല്ലേ? ആ, അത് പിടിക്കാം. ഏതാ? ആ, എന്താ? ഇതൊരു കരേഖ वो नीचे वाले का होगा. ഏതായാലും പിന്നെ നല്ല. ഇതിന് ചെറിയൊരു ബെൻഡേ ഉള്ളൂ. അതിന് ബെൻഡേ ഇല്ല. അതിന് ബെൻഡേ ഇല്ല. വെള്ളം പാനി. ഭയ്യ ഓ ഗുലോ ഭയ്യ. क्या चीज? ആ, അത് പൊട്ടിയതാണ്. वो टूटा हुआ है उसका टूटा हुआ है ये. ठीक है, അതിന് ചെറിയ ബെൻഡേ ഉള്ളൂ. ये ओके है, ये बिल्कुल ओके है. ഇവിടെ ചെറിയ ബെൻഡേ ഉള്ളൂ. और माइनर है ये. ആ, അതെടുക്കാം. അല്ല, എന്നോട് ആദ്യം പറഞ്ഞു അത് നോക്കണം. ഇത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, അതെടുത്തോ. കറക്റ്റ് ആവുമ്പോൾ क्या मिलेगा के अशोक? वो तो दे देंगे, कोई बात नहीं, वो तो दे देंगे, नॉर्मल चीज है ये तो. ये चाहिए वो भी दे देंगे. उसका है नहीं है. नीचे वाला दे दो. ठीक है അതിനില്ലാന്ന് കറക്റ്റ് ആവാൻ പറഞ്ഞേ. നീ ഇതാ പറഞ്ഞേ ആണല്ലേ? ആ, സാരമില്ല, പോട്ടെ. രണ്ടാമത് നിന്നോട് ഗ്രില്ല് ഓക്കെ അല്ലടാ ഇതിന്? അടുത്ത ഗ്രില്ല അതൊക്കെ അതിന്റെ ആകുമ്പോൾ ഇച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇതിപ്പം പവർഫുൾ ആയിരിക്കും. അതും റിക്കവർ. ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് എല്ലാ കളർ പോയി. ആ, എല്ലാ കളറും ആർമിയുടെ സെയിം സെറ്റപ്പിലേക്ക് എത്തി. അവിടെ നോക്കണേ. എല്ലാം എത്തി. അവിടെ ചോട്ടില്ല. ഇല്ല. ഇവിടെ ഇനി ആ സൈഡത്തേം കൂടെ ഊരി കഴിഞ്ഞു. വേറെ എന്തെങ്കിലും വേണ്ടോ? ഇനി നമുക്ക് നോക്കണം. ആ, ഒരു ഡോറിന്റെ സൈഡിലുള്ള സാധനം വേണം. അത് നമുക്ക് സംഘടിപ്പിക്കാം. ഇതിന്റെ ഇവോക്കടി ഇത് നല്ലതാണോ? ഏതാ കിട്ടുന്നൊക്കെ എടുത്തോടാ ഇവേ. ഏത്? ഒരു മിനിറ്റ് നോക്കട്ടെ. भैया जी मेरे को ये चाहिए. क्या चाहिए? मेरा का नहीं है. एक में हाँ डकन. ओके ഡക്കൻ. വേറെ എന്നാ? വേറെ ഒന്നുമില്ല. കിട്ടുന്നല്ല എടുത്തോട്ടോ. ഇത് നല്ല സീറ്റ് ആയിരുന്നല്ലോ ഒരെണ്ണം. സീറ്റ് ബെൽറ്റിന് മറ്റേ സാധനം ഉണ്ടോ അതിന്? അത് നോക്കണം. भैया ഇതൊക്കെ പോക്കാം. मेरे का गाड़ी का सीट बेल्ट तो चेक करो. नहीं है ना? डालने के लिए ये दो चाहिए. ये चाहिए दो. इसमें उधर ये चाहिए. ബമ്പർ മാത്രം. പുതിയ ബമ്പർ വെക്കുവാണല്ലേ? ലാൻഡിൻ്റെ ബമ്പർ അല്ല, ഗ്രില്ല് വെക്കുന്നു. നമ്മുടെ വണ്ടി ഇപ്പം വണ്ടിയായി കണ്ടോ? നേരത്തെ കണ്ട വണ്ടിയാണ് ഇപ്പോഴത്തെ വണ്ടി. 4x4. हाँ 4x4. നല്ല കിടിലൻ ഗ്രില്ല്. इधर क्या है? कुछ नहीं है. बैटरी जगलपुर. भैया एक क्या मिलेगा? ये भी मिलेगा, एल भी मिलेगा, ई वाई एल ए. अशोक लैलैंड का सब कुछ. അശോക ലൈലാൻഡ് അങ്ങനെ अशोक लीलैंड में मिलेगा. जबलपुर भी मिलेगा. ओ सामान दिएगा ना? कितने बाकी बोर्ड कितने दे? കഴിഞ്ഞോട്ടെ. ഏകദേശം ബമ്പർ വെക്കുക. നമുക്ക് പോവാം. ഗ്ലാസ് വെക്കാം. പിന്നെ ഇതൊന്ന് അപ്പോൾസറി വയ്ക്കണം. അയാളൊന്ന് കാണിക്കണം. മൊത്തം ഒന്ന് അപ്പോൾസറി വയ്ക്കണം. ആ മേളില്ലേ? ആ മേൾ ഞാൻ ചോദിക്കട്ടെ, ആ ഫ്രണ്ടിലത്തെ സാധനം വാങ്ങണോ? അവിടെ ഒന്ന് അപ്പോസറി ചെയ്ത് തരുമെന്ന് ചോദിക്കത്തില്ല. അത് ശരിയാവില്ലടാ. ഇവിടെ മാത്രം ചെറിയൊരു ഇതിടുക. പിന്നെ ഉള്ളിലൊരു ചെറിയ ഇതടിച്ചിടുക. എന്തടിച്ചിടുക? കിടക്കാനുള്ള സാധനം അടിച്ചിടുക. അതിൻ്റെ ആവശ്യമുള്ളൂ. വേറൊന്നും വേണ്ട നമുക്ക്. എല്ലാ സാധനം ഇട്ടിട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ അല്ലേ?